ചെയ്തോ? ഓക്കെ, സിക്സ് ആണല്ലേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി ഒരു ടോപ്പിക് സിലബസിൽ മെൻഷൻ ചെയ്ത ഒരു ടോപ്പിക്കും പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള രണ്ട് മൂന്ന് എക്സ്ട്രാ ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. സോ സിലബസിലുള്ള ലാസ്റ്റ് ടോപ്പിക് ഞാൻ പറഞ്ഞ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിൽ പ്രത്യേകിച്ച് കണ്ടന്റ് ആയിട്ട് ഞാനൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് പഠിക്കുക. ബേസിക്കലി നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ പഠിക്കുന്ന ആ ഒരു എന്താ പറയാ, ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിനോടൊപ്പം കമ്മ്യൂണിക്കേഷൻ ചാപ്റ്ററും കൂടെ എന്താ പറയാ ക്ലബ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ ബേസിക്സ് അവിടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് റൂം സോറി കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അപ്ലൈ ബോത്ത്, അത്രേ ഉള്ളൂ. സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് ആക്കാം. എല്ലാവരും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം എപ്പോഴത്തെയും പോലെ. ആരും റെസ്പോണ്ട് ചെയ്തില്ല, ക്വസ്റ്റ്യൻസ് മനസ്സിലായില്ലേ? ഓക്കെ, വൺ, ഒരാള്. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? നാദിറ. ഓക്കെ, വൺ, ഡി. ബാക്കിയുള്ളവരൊക്കെ ആൻസർ എ ആണ്. എന്തുകൊണ്ടാണ് ഡി പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല, ബട്ട് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എസെൻഷ്യൽ ഫോർ സക്സസ്ഫുൾ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ? സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് നമുക്കൊന്നും എന്താ പറയാ പുതുതായിട്ടുള്ള ടോപ്പിക് അല്ല. നമ്മൾ സ്ട്രക്ചേർഡ് വേയിൽ അതിനെ പഠിക്കുന്നത് ആദ്യമായിട്ടാണെങ്കിലും നമ്മൾ എന്താ പറയുക കുറെ വർഷങ്ങളായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടീച്ചിങ് ആണെങ്കിലും ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും. സോ അതില് നിങ്ങളുടെ ലോജിക്ക് എന്താണോ പറയുന്നത് അത് തന്നെയായിരിക്കും മോസ്റ്റ് ഓഫ് ദി ടൈമും കറക്റ്റ് ആയിട്ട് വരിക. കാരണം നമ്മൾ എപ്പോഴും എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾക്കറിയാം ഒരു ടീച്ചിങ് എങ്ങനെയായിരിക്കണം, ഒരു എഫക്റ്റീവ് ടീച്ചിങ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയാ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ നോയ്സ് ഉണ്ടാവാൻ പാടില്ല, എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ തടസ്സം നിൽക്കുന്ന കാര്യമാണെന്ന് നമുക്ക് അനുഭവത്തിൽ തന്നെ അറിയാം. സോ അതുപോലെ തന്നെ ടീച്ചിങ്ങിൽ എങ്ങനെയൊക്കെ ഒരു ടീച്ചർ എങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാലാണ് നല്ലതെന്ന് നിങ്ങൾക്കറിയാം. സോ ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണ്, ഒതോറിറ്റേറ്റീവ് ടീച്ചിങ് ആണ്, ടീച്ചിങ് ഇസ് ഗുഡ് എന്നുള്ള അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത് തെറ്റാണെന്നുള്ളത്. കാരണം ടീച്ചേഴ്സ് എപ്പോഴും അതോറിറ്റേറ്റീവ് ആയി കഴിഞ്ഞാൽ കുട്ടികളുടെ ലേണിംഗ് എങ്ങനെയായിരിക്കും, ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള കാര്യമാണ്. സോ അങ്ങനത്തെ അപ്ലൈ ചെയ്യാൻ നോക്കുക. സോ സക്സസ്ഫുൾ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, അതാണ് ഇവിടെ കീവേഡ്. ഡിഫൈൻ ദ പർപ്പസ്. അതായത് ഇപ്പൊ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇന്നതൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു ടീച്ചിങ് മൊഡ്യൂൾ അല്ല, സോറി, ടീച്ചിങ് പ്രോസസ്സിൽ നല്ലതാണോ അല്ലയോ നിങ്ങൾ ബേസിക്കലി ആലോചിച്ച് നോക്കുക. അതായത് എന്താണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അതായത് ഞാൻ ആദ്യം തന്നെ പറയാണ്, ഇന്ന് നമ്മൾ PYQs ആണ് കൂടുതൽ ചെയ്യാൻ പോകുന്നത്. അങ്ങനത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ കൂടെ ലേണേഴ്സിന് കൂടുതലും ഫോക്കസ് ചെയ്യാൻ പറ്റും. സോ അത് നല്ലതാണ്. ഡിഫൈൻ ദ പർപ്പസ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ എ ഇസ് ദർ. ഓപ്റ്റ് ഫോർ പ്രിടെൻഷൻസ്.
ഡൗട്ട് വരും നമ്മൾക്ക്. എന്താണ് ഈ പ്രിടെൻഷൻസ് എന്ന് അറിയുന്നില്ലെങ്കിൽ നമുക്ക് ഡൗട്ട് വരും. അന്ന് അവിടെ വിട്ടേക്കുക, ആ സ്റ്റേറ്റ്മെന്റ് അവിടെ വിട്ടേക്കുക. സോ എ ഉള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? എയും ഡിയും ആണ്. സോ അവിടെ തന്നെ 50-50 ആയല്ലോ. ദെൻ യൂസ് അൺറിസ്കി ഹ്യൂമർ. ഇവിടെ ജസ്റ്റ് യൂസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്നതല്ല, അൺറിസ്കി എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലാസ് കൂടുതൽ എൻഗേജ് ആക്കുമല്ലോ. അൺറിസ്കി എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു ഹ്യൂമർ എന്നുള്ള എലമെന്റിന്റെ എന്താ ബാഡ് വശം ഒഴിവാക്കിക്കൊണ്ട് തന്നെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണത്. സോ നമ്മൾക്ക് എന്താ പറയാ, നമ്മുടെ ടീച്ചിങ്ങിൽ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ടീച്ചേഴ്സ് ആരാ, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് ഭയങ്കര എൻഗേജ്ഡ് ആയി കൊണ്ടുപോകുന്ന ടീച്ചേഴ്സ് ആരായിരിക്കും? അത്യാവശ്യത്തിന് തമാശയൊക്കെ പറഞ്ഞ് ഒരു ലൈറ്റർ മോഡൽ ക്ലാസ് എടുക്കുന്ന ആൾക്കാരായിരിക്കില്ലേ നമ്മൾക്കും ഇഷ്ടം, ബേസിക്കലി ലേണേഴ്സ് എന്നുള്ള രീതിയിൽ. സോ യൂസ് ഓഫ് അൺറിസ്കി ഹ്യൂമർ വളരെ അൺറിസ്കി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവിടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതും വരും. സോ AC എന്നുള്ള എലമെന്റ് ഇത് വരുന്നത്, ഓപ്ഷൻ വരുന്നത് എ മാത്രമാണ്. സോ നമുക്ക് എ അപ്പൊ തന്നെ കിട്ടും. സോ അവോയ്ഡ് റിഹേഴ്സൽസ് എന്ന് വെച്ച് കഴിഞ്ഞാല് റിഹേഴ്സൽസ് വേണ്ട എന്നുള്ളത്. എന്താ പറയാ, ടീച്ചിങ് ഇപ്പോ ഞാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ 2-3 പ്രാവശ്യം അതൊന്ന് റിഹേഴ്സ് ചെയ്ത് പഠിപ്പിക്കുന്നത് അത് ബെറ്റർ ആക്കാനേ ഉള്ളൂ ഉപയോഗിക്കുള്ളൂ. സോ അത് അവോയ്ഡ് ചെയ്യുന്നത് എന്താണ്, സക്സസ്ഫുൾ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഓപ്പോസിറ്റ് അല്ലേ. സോ അതെടുക്കുക. റിപ്പീറ്റ് സ്പീച്ച് ടാഗ്സ് പിന്നെയും എന്താ പറയാ, പിന്നെയും നമ്മൾ പറഞ്ഞത് ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് നോക്കുക. അതും സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന് നല്ലതാണ്. സോ ഇവിടെ നമുക്ക് രണ്ടാമത്തേൽ തന്നെ ആൻസർ എത്താൻ പറ്റും, രണ്ട് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ. സോ ആൻസർ വരുന്നത് എ ആണ്. ഇവിടെ നമുക്ക് ഒരു ഒരു ടെക്നിക്കൽ വേർഡ് അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ഒരു വേർഡ് എന്ന് പറയുന്നത് ഈ പ്രിടെൻഷൻസ് എന്നുള്ളതാണ്. അത് മനസ്സിലായില്ലെങ്കിലും ആൻസറിൽ എത്താമെന്ന് ഞാൻ പറഞ്ഞത്. ഈ പ്രിടെൻഷൻസ് എന്താണ് മീൻ ചെയ്യുന്നത് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എ ക്ലെയിം ഓർ ആസ്പിറേഷൻ ടു സംതിങ്, especially when it's not backed by reality. In simple term, pretension is when someone pretend to be something they are not. അതാണ് പ്രിടെൻഷൻ. സോ ആ വേർഡ് എന്താണെന്ന് അറിയില്ലെങ്കിലും, ഞാനത് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്, നിങ്ങൾക്ക് അറിയുമായിരിക്കും. എനിക്ക് പെട്ടെന്ന് ആ ഒരു വേർഡിനോട് അതിനെന്താ ഒരു മീൻ ചെയ്യുന്ന ഒരു ഡൗട്ട് വരാം. ഇവൻ അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് ബാക്കിയുള്ളത് വെച്ചിട്ട് എന്താ പറയാ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സോ ആൻസർ ഈസ് എ. ഒരാൾ മാത്രമേ ആൻസർ ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് എല്ലാവരും ചെയ്യാൻ നോക്കുക. മാക്സിമം PYQs നിങ്ങൾ ഇങ്ങനത്തെ സെഷനിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അത്രയ്ക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. സോറി. റെസ്പോൺസ് 11 പേരുള്ളതിലും ഓക്കെ 4. വെരി ഗുഡ്. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് ട്രൈ ചെയ്യൂ. ഓക്കെ, everyone A. ആൻസർ ഈസ് എ. എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ ഓർ ഫോൾസ് ആണ്. ടീച്ചിങ് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് അഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് വിത്ത് സ്റ്റുഡൻസ്. ഓക്കെ, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ലെറ്റ്സ് സീ. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലേണിംഗ് ആർ ഇന്റർഡിപെൻഡന്റ്. ഓഫ് കോഴ്സ് യെസ്. ലേണിംഗ് പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. ദാറ്റ്സ് വൈ വി ആർ സ്റ്റഡിങ് ദിസ് ചാപ്റ്റർ. ടീച്ചിങ് എന്താണ്, ഈ പറയുന്ന പേപ്പർ 1-ലുള്ള കണ്ടന്റ് ഒക്കെ ഒരു എഫക്റ്റീവ് ടീച്ചർ ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ലോജിക്കൽ റീസണിങ് ആണെങ്കിലും എല്ലാം. സോ എന്താണ്, വളരെ ഇന്റർഡിപെൻഡന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബി ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യുക. സി മാത്രമേ പോവുള്ളൂ. ബാക്കി A B D ഉണ്ട്. ഓക്കെ, ടീച്ചിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. സി, ബിയും ഡിയും എന്താണ്, കോൺട്രഡിക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ബിയും ഡിയും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ ബിയും പോയി.
ബി ബി എന്താണ്? ബിയും ഡിയും ഒരിക്കലും ഒരുമിച്ച് വരാൻ പറ്റില്ല. രണ്ടും കോൺട്രഡിക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നിക്കൽ ബി ഉണ്ടാവും അല്ലെങ്കിൽ ഡി ഉണ്ടാവും. അപ്പൊ ബിയും ഡിയും ഒരുമിച്ച് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുക. സോ ബിയും പോയി. എന്താണ് അതുപോലെ തന്നെ ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻസ്ട്രുമെന്റൽ കമ്മ്യൂണിക്കേഷൻ ഹാസ് നോ റിലേഷൻ ടു സ്റ്റുഡന്റ് സക്സസ്. സോ ഇൻസ്ട്രുമെന്റൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് അറിയില്ലെങ്കിലും ബാക്കി ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എ ആണ് ആൻസർ വരിക. ഇനി ഇൻസ്ട്രുമെന്റൽ കമ്മ്യൂണിക്കേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഓർത്ത് വെക്കുക. സോറി 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 ഓക്കെ. Instrumental communication refers to communication that is used primarily to achieve a specific goal or purpose, typically to get things done. അതായത് എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ അതാണ് ഇൻസ്ട്രുമെന്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് എന്ന് പറയുന്നത് നോ റിലേഷൻ ടു സ്റ്റുഡന്റ് സക്സസ് എന്ന് പറയുന്നത് കോൺട്രഡിക്റ്റിംഗ് അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക സക്സസ് ആവാൻ വേണ്ടിയിട്ടാണ് ആ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അതാണ് ഇൻസ്ട്രുമെന്റൽ കമ്മ്യൂണിക്കേഷൻ. അത് സ്റ്റുഡന്റിന്റെ സക്സസ് ആയിട്ട് ഒരു റിലേഷൻ ഇല്ല എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഈ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് എ ആണ് ആൻസർ വരുന്നത്. ഇതിൽ ഇൻസ്ട്രുമെന്റൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് അറിയില്ലെങ്കിൽ അതൊന്ന് പഠിച്ചു വെക്കുക. അതായത് ഈ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, നമുക്കൊരു പ്രിവ്യൂ ചെയ്യുന്ന സമയത്ത് അതിൽ ഏതൊക്കെ ഏരിയാസ് അല്ലെങ്കിൽ ഏതൊക്കെ വേർഡ്സ് നമുക്ക് അറിയില്ല അതൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ഇത് അധികം ഡീപ്പ് ഡെപ്ത് ആയിട്ടൊന്നും പോയിട്ടില്ല. ജസ്റ്റ് ഗൂഗിളിൽ വരുന്ന ഫസ്റ്റ് ഓർ സെക്കൻഡ് സെർച്ച് എടുത്ത് മനസ്സിലാക്കിയാൽ മതി. അത്രയ്ക്കും ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വെക്കുക. സോ ആൻസർ ഈസ് എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 5 റെസ്പോൺസ്. വെരി ഗുഡ്. സി. എല്ലാരും ഒരേപോലെ പറയുന്നു സി ആണെന്ന്. സോ ആൻസർ സി തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് കൊളാബറേറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ്? സോ ക്വസ്റ്റ്യൻ എന്തിനെ പറ്റിയാണ് അല്ലെങ്കിൽ ഇതിലെ കീവേഡ് എന്താണ്? കൊളാബറേറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ്. അപ്പൊ ആദ്യം നമ്മൾ എന്തായിരിക്കും കൊളാബറേറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ് എന്ന് ആലോചിക്കുക. ഇത് ഗ്രൂപ്പായിട്ട് പരസ്പരം സഹകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിലൂടെ അങ്ങനത്തെ ഒരു എൻവയോൺമെന്റിൽ, അതായത് ഒരു ടീച്ചർ സിംഗിൾ ഹാൻഡഡ്ലി എന്താ പറയാ ഇതുപോലെ ഞാനിപ്പോ എടുക്കുന്ന പോലെയുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല, ടീച്ചിങ് മെത്തേഡ് അല്ല, ഡിസ്കഷൻ റൂം പോലെയുള്ള ഒരു എൻവയോൺമെന്റ് ആണെന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാവും. സോ അതില് എന്താണ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാ ചോദിക്കുന്നത്. അതിൽ ആദ്യത്തത് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഓഫ് കോഴ്സ് നമ്മൾ ഗ്രൂപ്പായിട്ടിരുന്ന് പഠിക്കുന്ന സമയത്ത് നമ്മളുടെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ് ബെറ്റർ ആവുക ചെയ്യുക. കൂടുതൽ കൂടുതൽ ചെയ്യുമ്പോൾ അത് ബെറ്റർ ആവുകയാണ് ചെയ്യുന്നത്. സോ എ ഇസ് ദർ ലൈക്ക് എന്തായാലും. സോ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. ദെൻ ഡിക്രീസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. അത് ശരിയല്ലല്ലോ. നമ്മൾ ഒരു ഗ്രൂപ്പിലൂടെ നമ്മൾ സിംഗിൾ ഹാൻഡഡ്ലി നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിന്റെ നമ്മുടേതായ പെർസ്പെക്റ്റീവ് മാത്രമേ അറിയുള്ളൂ. ബട്ട് ഇഫ് ഇറ്റ് ഈസ് എ കൊളാബറേറ്റീവ് ഗ്രൂപ്പ് എൻവയോൺമെന്റ് ആണെങ്കിൽ, ഗ്രൂപ്പ് ലേണിംഗ് ആണെങ്കിൽ ഡിഫറെന്റ് ആൾക്കാരുടെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് മനസ്സിലാവും. സോ എന്താണ് ഡിക്രീസ്ഡ് അല്ല ഇൻക്രീസ്ഡ് അണ്ടർസ്റ്റാൻഡിങ്. ബി എലിമിനേറ്റ് ചെയ്യുക. അപ്പൊ ഏതാണ് പിന്നെയുള്ളത്? ബിയും സിയും ആണ് ഓപ്ഷൻസ് ബാക്കിയുള്ളത്. അതിൽ ഇൻക്രീസ്ഡ് മോട്ടിവേഷൻ. ഓക്കെ, ഓഫ് കോഴ്സ് നമ്മൾ ഒന്നിച്ച് പഠിക്കുന്ന സമയത്ത് ഒരു പിയർ പ്രഷർ വരും പഠിക്കാനുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ പഠിക്കാനുള്ള. സോ ഒരു മോട്ടിവേഷൻ കൂടും. മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ പേഴ്സണൽ ഫീഡ്ബാക്ക്. ഓക്കെ, ശരിയാണ്. എൻഹാൻസ്ഡ് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റീസ്. ഇതൊക്കെ വളരെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റിൽ ഇതൊന്നും ഇല്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. എവിടേക്കോ നമുക്ക് ഇതൊക്കെ ബെനിഫിറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് ഗ്രൂപ്പായിട്ട് പഠിക്കുന്ന സമയത്ത്. സോ ആൻസർ ഇസ് സി. സോ ഇവിടെ ഇപ്പൊ ക്വസ്റ്റ്യൻസ് നോക്കിയാട്ടെ. എന്താണ് സോറി
കൊളാബറേറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ് എന്നുള്ളത് ആ വേർഡ് തന്നെ ഉണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യൽ കൺസെപ്റ്റ് ഒന്നും അല്ല. അപ്പോൾ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ റെസ്പോൺസ് വരുന്നുണ്ട്. വെരി ഗുഡ്. ആൻസർ ഡി, സി, ഡി എന്നൊക്കെ വരുന്നുണ്ട്. ഓക്കെ. ആൻസർ ഇതായിട്ട് എന്താ വന്നേ? ഓക്കെ, ഡി ആണ് മോസ്റ്റ്ലി പറഞ്ഞിട്ടുള്ളത്. ശരിയാണ്, ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലമെന്റ് ഇൻ ദ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ? മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കുന്നത്. ഇതിൽ ആദ്യത്തെ എല്ലാം സബ്ജക്ട് മാസ്റ്ററി, കണ്ടന്റ് ഡെലിവറി, ഇമോഷൻ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്താണ്? ബേസിക്കലി ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ ആണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പക്ഷെ ബാക്കിയൊക്കെ ഇമ്പോർട്ടന്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് അല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. നമ്മൾ ഒരു ടീച്ചറിന് എന്താണ് ക്ലാസ് റൂമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്താണ് പഠിപ്പിക്കുന്നതിനെ പറ്റിയിട്ട് നല്ല അറിവ് വേണം. അതുപോലെ തന്നെ കണ്ടന്റ് ഡെലിവറി, അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അതിന്റെ അണ്ടറിലുള്ള ഇമോഷൻസ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇസ് ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ. സോ അങ്ങനത്തെ കുറെ സ്റ്റേറ്റ്മെന്റ് വരാം. നമുക്ക് കാണുമ്പോൾ എല്ലാം ശരിയാണെന്ന് തോന്നും, പക്ഷെ അങ്ങനെ സമയത്ത് അതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കണ്ടെത്താൻ നോക്കുക. ഇവിടെ എല്ലാവരും മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ സി ഡി തന്നെയാണ് ആൻസർ വന്നിട്ടുള്ളത്. സോ അതിൽ കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഫൈവ്, ബി. ഓഫ്കോഴ്സ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എഫക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ടെക്നിക്? അവിടെ ഇതുണ്ട്, എഫക്റ്റീവ്, നോട്ട് ആൻ എഫക്റ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനത്തെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിച്ചില്ലെങ്കിൽ കിട്ടില്ല. സോ എന്താണ് എൻകറേജിങ് ക്വസ്റ്റ്യൻസ്? ഓഫ് കോഴ്സ് എഫക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ ലൈക്ക് എന്താണ് കാര്യമാണ്. അതുപോലെ തന്നെ ഗിവിംഗ് എക്സാമ്പിൾസ്, അത് യൂസിങ് വിഷ്വൽ എയ്ഡ്സ്, ഇതൊക്കെ എന്താ പറയാ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കുന്ന എലമെന്റ് ആണ്. അതിൽ യൂസിങ് ജാർഗൺ, ടെക്നിക്കൽ വേർഡ്സ് ഉപയോഗിക്കുമ്പോഴാണ് മാത്രമാണ് എന്താണ് അതൊരു നോട്ട് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക് ആയിട്ടുള്ളത്. സോ ആൻസർ ഇസ് ബി. എല്ലാവരും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ദിസ് ഇസ് എ ന്യൂ കൺസെപ്റ്റ്. സോ ഇതുവരെ ഉള്ളതിൽ ഇത്രയാണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്, PYQs എടുത്തിട്ടുള്ളത്. ഏകദേശം ഈ ഒരു ഡെപ്തിലാണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ചോദിക്കുന്നത്. സോ ഈ ഒരു ബേസിസിൽ നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. അപ്പൊ നിങ്ങളുടെ ആ കൺസെപ്റ്റ്, ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കൺസെപ്റ്റ് ഒന്നും കൂടെ തെറവാക്കാൻ നോക്കും. സോ ആ ടോപ്പിക്കിൽ നിങ്ങൾ ഇനിയും PYQs ചെയ്യാൻ നോക്കുക, കൺസെപ്റ്റ് തയ്യാറാക്കാൻ നോക്കുക. ഓക്കെ, ഇനിയുള്ള നെക്സ്റ്റ് ഉള്ളത് ഒരു പുതിയ കൺസെപ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് നോക്കാം. ഓക്കെ, ഡി വന്ന് 2D, ബി വന്നിട്ടുണ്ട്. ഓക്കെ,
എല്ലാവരും മോസ്റ്റ്ലി എല്ലാവരും ആൻസർ കറക്റ്റ് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടാണോ എങ്ങനെയാന്ന് എനിക്കറിയില്ല. സോ മെറ്റാ കമ്മ്യൂണിക്കേഷൻ ഇസ് എ കമ്മ്യൂണിക്കേഷൻ എബൌട്ട് കമ്മ്യൂണിക്കേഷൻ. ഇത് ന്യൂ ഒരു കൺസെപ്റ്റ് ആണ്. ഇത് മനസ്സിലാക്കി വെക്കുക എന്താന്നുള്ളത്. ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് ടോക്കിംഗ് അബൌട്ട് ഹൗ വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ഓർ അബൌട്ട് ദ മീനിങ് ഓഫ് അവർ കമ്മ്യൂണിക്കേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കമ്മ്യൂണിക്കേഷനെ പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതായത് ഇപ്പോ എന്താണ് നമ്മളിപ്പോ ഒരാളോട് പറയാണ് ഞാൻ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, അല്ലെങ്കിൽ ഞാനൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് ഇന്ന ഇമോഷനിലാണ് സംസാരിക്കുന്നത്. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് മെറ്റാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എസെൻഷ്യലി ഇറ്റ്സ് എ മെസ്സേജ് അബൌട്ട് മെസ്സേജ്. മെറ്റാ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ഹെൽപ്പ് ക്ലാരിഫൈ അണ്ടർസ്റ്റാൻഡിങ്, നെഗോഷിയേറ്റ് കമ്മ്യൂണിക്കേഷൻ റൂൾസ് ഓർ ഈവൻ അഡ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്മ്യൂണിക്കേറ്റേഴ്സ്. അതായത് നമ്മൾ ഏറ്റവും ലൈക്ക് എന്താ പറയാ ക്ലോസ്ഡ് ആൾക്കാരോടായിട്ട് പറയാണ് ഞാൻ ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ സ്ട്രെസ്ഡ് ആണെന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ ഹാപ്പി ആണെന്ന അർത്ഥം. അങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതിനെയാണ് മെറ്റോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളതാണ്. പക്ഷെ ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നതെങ്കിൽ നമുക്ക് ഡൗട്ട് വരാൻ പറ്റും. സോ ബേസിക്കലി മനസ്സിലാക്കി വെക്കുക, കമ്മ്യൂണിക്കേഷൻ മെറ്റാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ അബൌട്ട് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇനിയുള്ളത് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പെർസ്പെക്ടീവ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് റീസെന്റ് ആയിട്ട് എന്താണ് വളരെയധികം റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചോദിച്ചിട്ട് കാണുന്ന ഒരു ഏരിയ ആണ്. സോ ഈ ഒരു ഏരിയ കൺസെപ്റ്റ് ക്ലിയർ ആക്കി, ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കി പോവുക. എന്നിട്ട് ആ ഒരു കൺസെപ്റ്റിനനുസരിച്ചിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നോക്കുക. ഭയങ്കര ഡയറക്റ്റീവ് ആയിരിക്കില്ല ക്വസ്റ്റ്യൻ. സോ ഒരു ബേസിക് നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട്, ഈസ്റ്റേൺ വെസ്റ്റേൺ പെർസ്പെക്ടീവിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പൊ ഒരു സൈക്കിൾ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2023 ജൂൺ സൈക്കിൾ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ്ലി നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളത്. ആ സൈക്കിളിൽ തന്നെ എന്താ പറയാ ഒരു 5 or 6 ക്വസ്റ്റ്യൻസ് ഈ ഈസ്റ്റേൺ വെസ്റ്റേൺ പെർസ്പെക്ടീവ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം ഇപ്പൊ 24ലും 25ലും ഇത് ആദ്യമായിട്ടാണ്. ഓക്കെ, 24ലും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുക, എന്താണ് മനസ്സിലാക്കുന്നത്. ഭയങ്കര ഡയറക്റ്റീവ് ക്വസ്റ്റ്യൻസും അല്ല ഇവിടെ നിന്ന് ചോദിക്കുന്നത്. ഭയങ്കര കൺസെപ്റ്റൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ ഡെപ്ത് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വരുന്ന ഒരു ക്വസ്റ്റ്യൻസും ആണ്. ഓക്കെ, അതിനപ്പുറത്ത് ഞാൻ ലൈറ്റ് ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്, ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈസ്റ്റേൺ വെസ്റ്റേൺ കമ്മ്യൂണിക്കേഷനിൽ ഈസ്റ്റേൺ വെസ്റ്റേൺ പെർസ്പെക്ടീവ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ട് നോക്കുക. ബേസിക്കലി ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കീവേഡ്സ് ആണ് ആ ഡിഫറൻസസ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. അതാണ് ഈസ്റ്റേൺ, ഇതാണ് ഈസ്റ്റേണിന്റെ ക്യാരക്ടറിസ്റ്റിക്, ഇതാണ് വെസ്റ്റേണിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കി വെക്കുക. സോ കോണ്ടെക്സ്റ്റ് ആൻഡ് ഡയറക്ട്നെസ്. അതിന്റെ കേസിൽ ഈസ്റ്റേൺ കമ്മ്യൂണിക്കേഷൻ ടെൻസ് ടു ബി ദ ഇൻഡയറക്ട്, ഹൈലി കോണ്ടെക്സ്റ്റ്, റിലയിങ് ഹെവിലി ഓൺ നോൺ വെർബൽ ക്യൂസ്, implied meanings, and situational understanding. The emphasis on preserving harmony and avoiding confrontation. ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സ്റ്റക്കായോ? ഓക്കെ, സോ ഇത് ഈ ഒരു വേർഡ്സ്, ഈ ഒരു എന്താ പറയാ കീവേഡ്സ് ഒക്കെ ഓർത്ത് വെക്കുക. ഈസ്റ്റേൺ കമ്മ്യൂണിക്കേഷൻ ഇൻഡയറക്റ്റ് ആണ്. ഡയറക്റ്റിനേക്കാളും, അതായത് ഇൻ ടു ദ ഫേസ് പറയുന്നതിനേക്കാളും നമ്മൾ ഒന്ന് കുറച്ചും കൂടെ എന്താ പറയാ അണ്ടർലൈനിങ് മീനിങ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഹൈലി കോണ്ടെക്സ്റ്റുവൽ ആണ്. നമ്മൾക്ക് ഒരേ കാര്യം ഡിഫറെന്റ് സമയത്ത് ചില സെയിം കാര്യം തന്നെ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിൽ പറയുന്ന സമയത്ത് ഡിഫറെന്റ് മീനിങ് ആവാം. സോ ഹൈലി കോണ്ടെക്സ്റ്റുവൽ ആണ്. പിന്നെ നോൺ വെർബൽ ക്യൂസിൽ ഭയങ്കരത്തിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇംപ്ലൈഡ് മീനിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ സിറ്റുവേഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഓരോ കാര്യത്തിനും സിറ്റുവേഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ആൻഡ് എംഫസിസ് ഓൺ പ്രിസർവിംഗ് ഹാർമണി ആൻഡ് അവോയ്ഡിങ് കൺഫ്രണ്ടേഷൻ. അതായത് നമ്മൾക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന ഹാർമണിയിൽ പോവാൻ വേണ്ടിയിട്ടും, അതായത് കൺഫ്രണ്ടേഷൻ, അതൊരു എന്താ പറയാ ഒരു എതിരഭിപ്രായങ്ങളൊക്കെ ഒഴിവാക്കുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ഈസ്റ്റേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് അതിൽ ഏതൊക്കെ ഇപ്പൊ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഏതൊക്കെ ഉൾപ്പെടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഹിന്ദു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ബുദ്ധിസ്റ്റ് ആൻഡ് പിന്നെ ഇതൊന്നും കൂടി ഉണ്ടല്ലോ, ബുദ്ധിസ്റ്റ് വേ കമ്മ്യൂണിക്കേഷൻ, ഈസ്റ്റേൺ ഓർ ഹിന്ദു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓർ ബുദ്ധിസ്റ്റ്. ഇതൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. ഇൻഡയറക്റ്റ് ആണ്, കോണ്ടെക്സ്റ്റുവൽ ആണ്, നോൺ വെർബൽ ക്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഇംപ്ലൈഡ് മീനിങ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരാൾ വരുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു,
അതൊരു നോൺ വെർബൽ ഇതാണ്, കോണ്ടെക്ച്വൽ ആണ്, ഇൻഡയറക്റ്റ് ആണ്. അത് ഇൻഡയറക്റ്റ്ലി എന്താ മീൻ ചെയ്യുന്നത്, നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത്. അതേസമയം വെസ്റ്റേൺ കമ്മ്യൂണിക്കേഷനിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറവായിട്ടായിരിക്കും നമ്മൾ കാണുക. അതുപോലെ തന്നെ എന്താ പറയാ, മുതിർന്നവർ വരുന്ന സമയത്ത് കൈകൂപ്പുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ റെസ്പെക്ട് ഷോ ചെയ്യാണ് ഇൻഡയറക്ട്ലി. ഇംപ്ലിസിറ്റ് ആയിട്ട് നമ്മൾ, അല്ല ഇംപ്ലിസിറ്റ് ആയിട്ട് നമ്മൾ എന്താണ് റെസ്പെക്ട് കാണിക്കുകയാണ്. സോ അവർ കമ്മ്യൂണിക്കേഷൻ ഇസ് ഈസ്റ്റേൺ എന്ന് പറയുന്നത് ഇന്ത്യ, ബുദ്ധിസ്റ്റ്, ഹിന്ദു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് ഇൻഡയറക്ട്, ഹൈലി കോണ്ടെക്സ്റ്റ്, ഹെവിലി നോൺ വെർബൽ, ആൻഡ് ഓഫ് കോഴ്സ് പ്രിസർവിംഗ് ഹാർമണി ആൻഡ് അവോയ്ഡിങ് കൺഫ്രണ്ടേഷൻ. ഇത് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു തെറോ ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വെസ്റ്റേൺ കമ്മ്യൂണിക്കേഷൻ ഇസ് ടിപ്പിക്കലി ഡയറക്റ്റ്, അതായത് ഇൻ ടു ദ ഫേസ് ആണ്, കോണ്ടെക്ച്വൽ ആയിരിക്കില്ല. പിന്നെ ഫേവറിംഗ് ക്ലാരിറ്റി, സ്ട്രേറ്റ് ഫോർവേഡ്നെസ് ആൻഡ് ഇൻഡിവിജ്വൽ എക്സ്പ്രഷൻ. അതായത് ബേസിക്കലി ഇൻഡിവിജ്വലിസം പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ്? വെസ്റ്റേൺ കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ലെസ് കോണ്ടെക്ച്വൽ ആണ്, ഡയറക്റ്റ് ആണ്, സ്ട്രേറ്റ് ഫോർവേഡ് ആണ് അവരുടെ സംസാരങ്ങളൊക്കെ. സോ അത് ഓർത്ത് വെക്കുക കോണ്ടെക്സ്റ്റിന്റെ കാര്യത്തിൽ. സെക്കൻഡ് വൺ, ഹൈറാർക്കി ആൻഡ് പവർ ഡൈനാമിക്സ്. ഈസ്റ്റേൺ കൾച്ചേഴ്സ് hierarchical structures are respected, and communication often reflects deference to authority, age, and social rank, influenced by tradition like Confucianism. സോ ഈസ്റ്റേൺ കൾച്ചറിൽ ഇത് നമ്മൾക്ക് നല്ല വൃത്തിക്ക് മനസ്സിലാവും. നമ്മൾ കുറച്ചും കൂടെ എന്താണ് ഈ പറയുന്ന അതോറിറ്റിയെ, എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക, ഏജിനെ റെസ്പെക്ട് ചെയ്യുക, സോഷ്യൽ ക്ലാസിനെ റെസ്പെക്ട് ചെയ്യുക, ഈ പരിപാടികളൊക്കെ ആരുടേതാണ്? നമ്മുടേതാണ്. മനസ്സിലായില്ല? ഹൈറാർക്കീനെ നമ്മൾ കുറച്ചും കൂടെ എന്ത് പറയുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഈസ്റ്റേൺ കൾച്ചറിലാണ് അത് കാണുന്നത്. സോ അത് ഓർത്തു വെക്കുക. നേരെ മറിച്ച് വെസ്റ്റേൺ കൾച്ചർ പിന്നെ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് ഈഗാലിറ്റേറിയനേഴ്സ് ആണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് എല്ലാ പീപ്പിളും ഒരുപോലെയാണ്. അത് നമ്മൾ കണ്ടാൽ മതി. എന്താണ് എല്ലാരെയും ഒരു ഓഫീസിൽ എല്ലാരെയും പേര് വിളിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഹൈറാർക്കിയെ പ്രൊമോട്ട് ചെയ്യാണ്ടിരിക്കുക. അത് നമ്മൾ ഈ പറയുന്ന വെസ്റ്റേൺ കൾച്ചർ, ചില നമ്മൾ കാണില്ലേ ഈ വെസ്റ്റേൺ മൂവീസിലൊക്കെ, ചില മൂവീസിൽ കാണാം മോം ഡാഡ് എന്നതിന് പകരം പേര് വിളിക്കുന്നവരുണ്ട്, സാർന്ന് ഇതാകുന്നവരുണ്ട്. സോ വെസ്റ്റേൺ കൾച്ചർ പ്രൊമോട്ട് ഈഗാലിറ്റേറിയൻസ്. അത് ഓർത്തു വെക്കുക. എല്ലാ സമയത്തും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കില്ല, പക്ഷെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ബേസിസിൽ ഇതാണ് വെസ്റ്റേൺ കൾച്ചർ ഡിനോട്ട് ചെയ്യുന്നത്. സോ വെസ്റ്റേൺ കൾച്ചർ പ്രൊമോട്ട് ഈഗാലിറ്റേറിയനിസം, അതേസമയം ഈസ്റ്റേൺ കൾച്ചർ റെസ്പെക്ട് ഹൈറാർക്കിയൽ സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഓർത്ത് വെക്കുക. ഇനി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, കുറച്ചും കൂടെ കൂടുതൽ എംഫസൈസ് ഉള്ളത് ഈസ്റ്റേൺ കമ്മ്യൂണിക്കേഷനിലാണ്. ഈസ്റ്റേൺ കൾച്ചർ പ്ലേസ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഓൺ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, gestures, tone, silence, poses and respected as a moments of reflection. And അതേസമയം വെസ്റ്റേൺ കൾച്ചർ ആർ മോർ വെർബലി ഓറിയന്റഡ്, വാല്യൂയിങ് ഡയറക്റ്റ് ഐ കോണ്ടാക്ട് ആൻഡ് വെർബൽ അസർട്ടീവ്നെസ്. സോ എന്താണ് നോൺ വെർബൽ എവിടെയാണ് കൂടുതലുള്ളതെന്ന്? ഈസ്റ്റേണിലാണ്, നമ്മൾക്കാണ് കൂടുതലുള്ളത്. അത് നമ്മൾക്ക് ആലോചിച്ച് നോക്കുക. ആൾക്കാരുടെ കാല് തൊട്ട് വന്ദിക്കുന്നത്, അതുപോലെ തന്നെ എഴുന്നേക്കുന്നത്, ഈ പറയുന്ന എന്താ ഇങ്ങനത്തെ ഒക്കെ കൂടുതൽ എവിടെയാണ് ഉള്ളത്? നോൺ വെർബൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈസ്റ്റേൺ എന്നാണ് ഓർത്ത് വെക്കുക. അതേസമയം വെസ്റ്റേൺ കുറച്ചും കൂടെ വെർബൽ ഓറിയന്റഡ് ആണെന്ന്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ്, ഈസ്റ്റേൺ കമ്മ്യൂണിക്കേഷൻ ഫേവേഴ്സ് എ മെഷേർഡ് പേഷ്യന്റ് ടോൺ വിത്ത് എംഫസിസ് ഓൺ പൊളൈറ്റ്നെസ് ആൻഡ് റിസ്ട്രെയിൻ. സൈലൻസ് ഇസ് എ ടൂൾ ഫോർ റെസ്പെക്ട് ഓർ ഡിസഗ്രിമെന്റ്. എന്താണ് കുറച്ചും കൂടെ പേഷ്യൻസോടുകൂടി ഒരു ഒബീഡിയൻസിൽ, പൊളൈറ്റ്നെസ്സിലൊക്കെ പോകുന്നതാണ് ഈസ്റ്റേൺ കമ്മ്യൂണിക്കേഷൻ. വെസ്റ്റേൺ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ഫാസ്റ്റർ പേസ്, അസേർട്ടീവ് ആണ്, ഇൻഫോർമാലിറ്റി ആൻഡ് ഹ്യൂമർ വിത്ത് ഫോക്കസ് ഓഫ് എഫിഷ്യൻസി ആൻഡ് ഡയറക്ട്നെസ്. നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആണ് കുറച്ചും കൂടെ. അത് ഓർത്ത് വെക്കുക. ഇത് നിങ്ങൾ എല്ലാ സമയവും അങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ച് അല്ലല്ലോ, അങ്ങനെ അതിനെ നെഗേറ്റ് ചെയ്യാൻ നോക്കണ്ട. ഈ പറയുന്നത് അങ്ങ് മനസ്സിലാക്കാൻ നോക്കിയാൽ മതി. ആൻഡ് ഇൻഡിവിജ്വൽ വേഴ്സസ് കളക്റ്റീവ് ഓറിയന്റേഷൻ നമുക്ക് മനസ്സിലാവും. ലൈക്ക് നമ്മൾ ആലോചിച്ച് നോക്കുക, ഇൻഡിവിജ്വലിസം പ്രൊമോട്ട് ചെയ്യുന്നത് വെസ്റ്റേൺ കൾച്ചറാണ്. ഈവൻ ഫാമിലി ലൈനിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. കുറച്ചും കൂടെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള കൾച്ചർ ഏതാണ്? വെസ്റ്റേൺ കൾച്ചർ ആണ്. ഈസ്റ്റേൺ കൾച്ചർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കളക്റ്റീവ് ആണ്. നമ്മളെ ഫാമിലി സ്ട്രക്ചർ ആലോചിച്ച് നോക്കിയാൽ മതി. ഈസ്റ്റേൺ സൊസൈറ്റി ആർ ജനറലി കളക്ടിവിസ്റ്റ്, ഫോക്കസിംഗ് ഓൺ ഗ്രൂപ്പ് ഹാർമണി, കൺസെൻസസ് ആൻഡ് സോഷ്യൽ കൊഹഷൻ. അതേസമയം വെസ്റ്റേൺ സൊസൈറ്റീസ് എംഫസിസ് ഓൺ ഇൻഡിവിജ്വലിസം, personal achievement and freedom of expression, often encourage open disagreement and self-assertion. ഇതിൽ ഇത് പറയാനുള്ളത് കളക്ടിവിസം എന്ന് പറയുന്നത് ഈസ്റ്റേൺ ആണ്. അത് നമ്മുടെ ഒരു ഇതാണ്. നമ്മുടെ ഫാമിലി ഇത് നോക്കിയാൽ മതി. എന്താണ് ഗ്രൂപ്പ് ഫാമിലി അല്ലോ, എന്താ പറയാ,
കുറെ പേര് ഒന്നിച്ച് കൂട്ടുകുടുംബങ്ങൾക്കുള്ളത് ഏതാണ്? നമ്മുടെ ഈസ്റ്റേൺ ഇതിലാണ്. വെസ്റ്റേൺ സൊസൈറ്റി എന്താണ്, കുറച്ചും കൂടി ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് ഇൻഡിവിജ്വൽ സ്പേസ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കൾച്ചറാണ്. സോ അത് അങ്ങനെ വെച്ച് ഓർത്ത് വെക്കുക. സോ ഇതിൽ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കീവേഡ്സ് ആണ് നിങ്ങൾ ഈ പറയുന്ന വെസ്റ്റേൺ ഈസ്റ്റേൺ കമ്മ്യൂണിക്കേഷൻ, ഹിന്ദു ബുദ്ധിസ്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യാൻ നോക്കേണ്ടത്. ഇതിന്റെ തന്നെ ഒരു എന്താ പറയാ ഒരു പാരഗ്രാഫാണ്, സോറി, ആ പാരഗ്രാഫിന്റെ ഒരു ടേബിൾ കണ്ടന്റ് ആണ്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഈസിയിൽ മാത്രം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഈസിനെസ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. കോണ്ടെക്സ്റ്റ് റിലൈസ് ഹെവിലി ഓൺ കോണ്ടെക്സ്റ്റ് ഏതാണ്? ഈസ്റ്റേൺ ആണ്. വെസ്റ്റേൺ കുറച്ചും കൂടെ ഡയറക്റ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ആണ്. ഹൈറാർക്കിയെ റെസ്പെക്ട് ചെയ്യുന്നത് ഈസ്റ്റേൺ കമ്മ്യൂണിക്കേഷൻ ആണ്. അതേസമയം വെസ്റ്റേൺ എന്താണ്? ഇഗാലിറ്ററിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നോൺ വെർബൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈസ്റ്റേണിലാണ്. വെസ്റ്റേണിൽ കുറച്ചും കൂടെ വെർബൽ ആണ്. ഈസ്റ്റേണിൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് സ്ലോവർ പേസ് ആണ്. അതുപോലെ തന്നെ സൈലൻസും ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. എവിടെ? ഈസ്റ്റേൺ കമ്മ്യൂണിക്കേഷനിൽ. വെസ്റ്റേണിൽ കുറച്ചും കൂടെ ഫാസ്റ്റർ പേസ്, അസർട്ടീവ്, കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഉള്ള പോയിന്റ്, എഫിഷ്യന്റ് ആയിട്ട് വരുന്നത് വെസ്റ്റേൺ ആണ്. കളക്റ്റീവ്നെസ്സം കൂടുതലുള്ളത് ഈസ്റ്റേണിലാണ്. ഇൻഡിവിജ്വലിസം പ്രൊമോട്ട് ചെയ്യുന്നത് വെസ്റ്റേൺ ആണ്. എന്താണ് ഈ പറയുന്ന പോലെ ഡിസഗ്രിമെന്റും ക്രിറ്റിസിസവും എന്ത് ഈസ്റ്റേൺ കമ്മ്യൂണിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ നോക്കും. പക്ഷെ വെസ്റ്റേൺ കമ്മ്യൂണിക്കേഷൻ എൻകറേജസ് ഓപ്പൺ ഡിബേറ്റ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. എന്താണ് ഫോർമാലിറ്റിയിൽ പൊളൈറ്റ്നെസ്സും റെസ്പെക്ട് ഫോർ ഫോർമാലിറ്റി ഏതാണ്? ഈസ്റ്റേണിലാണ് വരുന്നത്. റിലേറ്റീവ്ലി ഇൻഫോർമൽ ആണ് ഏത്? വെസ്റ്റേൺ കമ്മ്യൂണിക്കേഷൻ. ജസ്റ്റ് ഒരു ചാർട്ട് പോലെ. ഒന്നും കൂടെ ഞാൻ എംഫസൈസ് ചെയ്യാണ് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന്. ബുദ്ധിസ്റ്റ്, ഈസ്റ്റേൺ, ഹിന്ദു വ്യൂ ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന 16 കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് ആൻസർ ചെയ്യാൻ നോക്കുക. ഇംപെർമനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ പെർമനന്റ് എൻറ്റിറ്റി, അതായത് ഈസ്റ്റേൺ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു അണ്ടർലൈനിങ് വാല്യൂ എന്ന് പറയുന്നത് എവറിത്തിങ് ഇസ് ചേഞ്ചിങ് ഓർ ഇവോൾവിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെയാണ്. അതുപോലെ തന്നെ നോൺ സെൽഫ്, അനാത്വാദ്, അനാത്മവാദ്, ഇതൊക്കെ നിങ്ങൾ ഏത് ചാപ്റ്ററിലാണെന്ന് എനിക്ക് മറന്നുപോയി. ഈസ്റ്റേൺ, ബുദ്ധിസ്റ്റ്, അതുപോലെ തന്നെ ഹിന്ദുയിസ്റ്റിക് വ്യൂ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ വേറൊരു ഏത് ചാപ്റ്ററാന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പേര് ഓർമ്മയില്ല. ആ ഒരു ഇതിൽ ഉള്ള കൺസെപ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ഇപ്പോഴത്തെ UGCന്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് കൺസെപ്റ്റ് ക്ലബ് ചെയ്തിട്ട് ചോദ്യം ചോദിക്കുകയാണ്. സോ അവിടെ പഠിച്ച ആ ഒരു ലോജിക്കും കൂടെ ഇവിടത്തേക്ക് അപ്ലൈ ചെയ്യാം. ബുദ്ധിസ്റ്റ് ആണെങ്കിലും പറയുന്ന ഹിന്ദുയിസ്റ്റിക് വേ ഓഫ് ലേണിംഗ് എന്താണെന്നൊക്കെ ഉള്ളത് അവിടെ പഠിച്ചത് ഇവിടത്തേക്ക് അപ്ലൈ ചെയ്യാം. ഇൻവേർഡ് സെർച്ച് എന്താണ്? ഇവിടെ ഈസ്റ്റേൺ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് വേ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് സെൽഫ് റിഫ്ലക്ട് ചെയ്യുക, സെൽഫ് അവയർനെസ് കുറച്ചും കൂടെ കൂട്ടാൻ നോക്കുക. ഇൻവേർഡ് സെർച്ചിലേക്കാണ് നോക്കുന്നത്. ഇൻഡ്യൂറ്റീവ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ടു ഫീൽ ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് റദർ ദാൻ അനലൈസ്. അതായത് ഈ നമ്മൾ ഒരാളടുത്ത് സംസാരിക്കുന്ന സമയത്ത് അടുത്ത ആൾക്ക് എന്താണ് ഫീൽ ആവുക എന്നുള്ളത് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ സംസാരിക്കും. അതായത് നോട്ട് സെന്റർ ഫോക്കസ്ഡ് ആസ് വെസ്റ്റേൺ. വെസ്റ്റേണിൽ എന്ന് പറയുന്നത് എനിക്ക് എന്താണ് പറയാനുള്ളത് അത് ഞാൻ പറയുന്നു. ബട്ട് ഈസ്റ്റേണിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതായത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ റിസീവറുടെ പെർസ്പെക്റ്റീവ് ആലോചിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ഹാർമണി പ്രൊമോട്ട് ചെയ്യുന്നു, അതായത് സെന്റർ റിസീവർ ഡിപ്പെൻഡന്റ് ഓൺ ഈച്ച് അതർ. സോ ആ മ്യൂച്വൽ ഡിപ്പെൻഡൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. എന്താണ് റിച്വലിസ്റ്റിക് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു റിലേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നമ്മൾ ഒരാളെ പെർസ്യൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഒരാളെ ഒരു കാര്യം ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം മറ്റൊരാളെ സമ്മതിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ല. അതേസമയം ഞാനും അതായത് ഓപ്പോസിറ്റുള്ള ആളായിട്ടുള്ളൊരു റിലേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി അതിൽ ഫോക്കസ് ചെയ്യുന്നതാണ് ബുദ്ധിസ്റ്റ് ആൻഡ് ഈസ്റ്റേൺ വ്യൂ ഓഫ്. ഇതിന് നേരെ ഓപ്പോസിറ്റ്, അതായത് പെർസ്യൂഡ് ചെയ്യുന്നതായിരിക്കും വെസ്റ്റേണിൽ വരിക. സെൽഫ്ലെസ്നെസ് എന്നിലേക്കാളും കൂടുതൽ കളക്ടിവിസം പ്രൊമോട്ട് ചെയ്യുന്നതാണ്. സോ സെൽഫ്ലെസ്നെസ് ആണ്. കമ്പാഷനോടുകൂടി, എമ്പതിയോടുകൂടി, നേരത്തെ പറഞ്ഞല്ലേ ടു ഫീൽ ബിഫോർ കമ്മ്യൂണിക്കേഷൻ റാദർ ദാൻ അനലൈസ്, അതായത് അടുത്ത ആൾക്ക് എന്താണ് ഫീൽ ചെയ്യുക എന്നുള്ളത് ആലോചിച്ചിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. സോ കമ്പാഷൻ, എമ്പതി ആൻഡ് എത്തിക്സ്. എത്തിക്സ് എന്ന് വെച്ചാൽ റൈറ്റ് ഓർ റോങ് എന്താണെന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട്. അതേസമയം വെസ്റ്റേണിൽ പറയാന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, അത് റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളതായിരിക്കില്ല. ബട്ട് ഇവിടെ നമ്മുടെ ആ റൈറ്റ് വേഴ്സസ് റോങ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എലമെന്റിൽ വരുന്നതാണ്. പിന്നെ റെസ്പെക്ട് ഫോർ അതോറിറ്റി, നോൺ വെർബൽ ക്യൂസ്, ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. ഇൻഡയറക്ട്, സബ്റ്റിൽ, റിലേ ഓൺ കോണ്ടെക്സ്റ്റ്, കൾച്ചർ ആൻഡ് ഇംപ്ലിസിറ്റ് മീനിങ്,
എംഫസിസ് ഓൺ റിസീവർ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അടുത്ത ആൾക്ക് എന്താണ് ഫീൽ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. സോ സെൻഡർക്കാളും ഇവിടെ ഇമ്പോർട്ടൻസ് ആർക്കാണ് കൊടുക്കുന്നത്? റിസീവറിനാണ് കൊടുക്കുന്നത്. ആൻഡ് കളക്ടിവിസം. സോ ഇത്രയും ഈ ഒരു 16 ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കി വെക്കുക. സോ ഇതാണ് ഈസ്റ്റേൺ വ്യൂ ഓഫ്, അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് വ്യൂ ഓഫ്, അല്ലെങ്കിൽ ഹിന്ദു വ്യൂ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വെസ്റ്റേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വെസ്റ്റേൺ കമ്മ്യൂണിക്കേഷൻ മോഡലിനെ അരിസ്റ്റോട്ടിലിയനിയൻ മോഡൽ എന്നും കൂടെ പറയും കേട്ടോ. അതുകൊണ്ട് കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, അതെങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിരിക്കും, എക്സ്പ്ലിസിറ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംപ്ലിസിറ്റ് അല്ല, ഇംപ്ലൈഡ് മീനിങ് അല്ല, ഡയറക്റ്റ് മീനിങ് ആയിരിക്കും. സ്ട്രേറ്റ് ഫോർവേഡ്നെസ്, നേരെ പറയാ, മുഖത്തോക്കി കാര്യം പറയാം, അതായത് വളച്ചു കെട്ടാതെ കാര്യങ്ങൾ പറയാം. ഇഗാലിറ്റേറിയനിസം, നേരത്തെ പറഞ്ഞാൽ ഈക്വൽ, ഹയറാർക്കിയെ പ്രൊമോട്ട് ചെയ്യാണ്ട് ഈ ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈക്വൽ സ്റ്റാറ്റസിൽ ബിലീവ് ചെയ്യുന്നു. ഇൻഡിവിജ്വലിസം, കളക്ടിവിസം അല്ല, ഇൻഡിവിജ്വലിസം. ഫോക്കസ്ഡ് ഓൺ പേഴ്സണൽ ഗോൾസ്, അതായത് ഈ പറയുന്ന ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നത് തന്നെ എന്താണ്? പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് എംഫസിസ് ഓൺ സെൻഡർ, അവിടെ ബുദ്ധിസ്റ്റ് വ്യൂ ഓഫ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് റിസീവറിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. അതേസമയം ഇവിടെ വെസ്റ്റേൺ വ്യൂ ഓഫ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് സെൻഡർ ഫോക്കസ്ഡ് ആണ്. ഓക്കെ, അതായത് എനിക്ക് എന്താണോ പറയാനുള്ളത് അത് ഞാനങ്ങ് പറയും, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അത് എന്റെ വിഷയമല്ല. അതാണ് വെസ്റ്റേൺ എന്ന് പറയുന്നത്. സോ ഓട്ടോണമി ഇസ് ദ ട്രാൻസ്മിഷൻ വ്യൂ, അതായത് നോട്ട് റിലേഷണൽ. സോ എനിക്കെന്തോ പറയാനുണ്ട്, ഞാനത് അടുത്ത ആളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അല്ലാണ്ട് ഞാൻ അടുത്ത ആളുമായിട്ട് ഒരു റിലേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കില്ല. പെർസ്വേസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസ്വേഡ് ചെയ്യാൻ വേണ്ടിട്ട്, ഞാൻ വിചാരിക്കുന്ന കാര്യം അടുത്ത ആൾ, ലൈക്ക് ഇത് സിമിലർ ടു ലീനിയർ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഫീഡ്ബാക്ക് ഒന്നും എടുക്കുന്നില്ല. നമ്മൾ അരിസ്റ്റോട്ടിലിയൻ മോഡൽ നമ്മൾ ആദ്യം പഠിച്ചിട്ടില്ല. അതായത് ഒരു സ്പീക്കർക്ക് എന്താണോ പറയാനുള്ളത് അത് ഓഡിയൻസിനോട് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു. ഇനി ഓഡിയൻസ് എങ്ങനെയാണോ മനസ്സിലാക്കിയത്, എന്താണോ മനസ്സിലാക്കിയത്, അതൊന്നും എന്റെ വിഷയമല്ല. സോ സിമിലർ ടു ദാറ്റ്. ആൻഡ് എഫക്റ്റീവ്നെസ് ആൻഡ് സക്സസ് ഇൻ ടേംസ് ഓഫ് സക്സസ് ഇൻ മാനിപ്പുലേഷൻ ഓഫ് അതേഴ്സ്, അതായത് എന്റെ കാര്യം അടുത്ത ആൾക്ക് എന്താ പറയാ, അവരെ എനിക്ക് വേണ്ടി, ഞാൻ വിചാരിച്ച പോലെ എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിലാണ്. സോ ലോ കോണ്ടെക്സ്റ്റ് റിലേ ഓൺ വേർഡ്സ്, ഈ പറയുന്ന നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഈ പറയുന്ന മൂന്ന് സ്ലൈഡ് ആക്കാൻ നോക്കുക. എന്നിട്ട് ആൻസർ ഓരോ തരത്തിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ഇനി വേറൊരു ഒരു കൺസെപ്റ്റും കൂടി ഉണ്ട്. അതായത് സെന്റർ ക്യാരക്ടറിസ്റ്റിക്സ് അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടില് അവരുടെ മോഡലില് ഒരു സെന്ററിന് വേണ്ടിയിട്ട് 3 ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. അതെന്താന്നുള്ളത് ആ വേർഡ്സ് ഒന്ന് ഓർത്ത് വെക്കുക. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ദ കീ സെന്റർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് ആർ എത്തോസ്, പാത്തോസ്, ലോഗോസ്. ഇത് മൂന്നും എന്താണെന്ന് ആലോചിക്കുക. എത്തോസ് എന്ന് പറയുന്നത് ക്രെഡിബിലിറ്റി ഡിനോട്ട് ചെയ്യുന്നു. പാത്തോസ് എന്ന് പറയുന്നത് ഇമോഷണൽ അപ്പീൽ. അതുപോലെ തന്നെ ലോഗോസ് എന്ന് പറയുന്നത് ലോജിക്കൽ കണ്ടന്റ്. അതായത് സ്പീക്കറുടെ, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്റെ ക്രെഡിബിലിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞാൻ പറയുന്ന കാര്യം. അതായത് നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ എല്ലാവരും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുക, നിങ്ങൾക്ക് എന്താ പറയാ, ക്രെഡിബിൾ ആയിട്ട് തോന്നുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ വിശ്വസിക്കുള്ളൂ. അത് ക്രെഡിബിലിറ്റി മാത്രം പോരാ. രണ്ടാമത്തെ എന്താണ്? പാത്തോസ്, ഇമോഷണൽ അപ്പീരിയൽ. പറയുന്ന കാര്യങ്ങൾ അപ്പുറത്തിരിക്കുന്ന ആളുടെ ഇമോഷൻ കൂടെ കൺസിഡർ ചെയ്താൽ മാത്രമേ അതൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവുള്ളൂ. ഇത് രണ്ടും ഉണ്ടായാൽ പോരാ. ക്രെഡിബിലിറ്റിയും ഇമോഷണൽ ഇതും അണ്ടർസ്റ്റാൻഡിങ് മാത്രം ഉണ്ടായാൽ പോരാ, പറയുന്ന കാര്യത്തിൽ ലോജിക്കും വേണം. സോ ഇത് മൂന്നുമാണ്. എത്തോസ് റെഫേഴ്സ് ടു സ്പീക്കേഴ്സ് പെർസീവ്ഡ് ട്രസ്റ്റ്വർത്തിനെസ് ആൻഡ് എക്സ്പെർട്ടീസ്. Pathos involves connecting with the audience emotion. Logos ensures the speech uses logical reasoning and relevant to the occasion and audience. So എന്താണ് ഈ 3 കാര്യങ്ങൾ, അതെന്താണെന്ന് ഓർത്ത് വെക്കുക. ഈത്തോസ്, പാത്തോസ്, ലോഗോസ്. ഈത്തോസ് എന്ന് പറയുന്നത് ക്രെഡിബിലിറ്റി ആണ്. പാത്തോസ് ഇമോഷണൽ അപ്പീൽ. ലോഗോസ് ലോജിക്കൽ കണ്ടന്റ്. ഇതാണ് അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ സെന്റർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഡയറക്റ്റ് സിലബസിൽ കൊടുത്തിരിക്കാത്ത കാര്യമാണ്. എവിടെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് വരുന്ന കണ്ടന്റ് ആണ്. സോ ഐ ഹോപ്പ് അപ് ടു ദിസ് എല്ലാവർക്കും ക്ലിയർ ആണെന്നുള്ളത്. ക്ലിയർ ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്ലിയർ അല്ലെങ്കിൽ ഏതെങ്കിലും
ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചോദിക്കുക. ഓക്കെ, പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരോ? ഇതുവരെ ക്ലിയർ ആണല്ലോ? ഡി വരുന്നുണ്ട്, സി വരുന്നുണ്ട് ആൻസർ. ഓക്കെ, ആൻസർ ഡി ആണ്. മോസ്റ്റ്ലി നിങ്ങൾ സി ആണല്ലോ ആൻസർ ചെയ്തിട്ടുള്ളത്. എന്ത് പറ്റി? ദ ഈസ്റ്റേൺ അപ്രോച്ച് ടു കമ്മ്യൂണിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രിമൈസസ്? ഈസ്റ്റേൺ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ദ ഇൻഡിവിജ്വൽ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ സൊസൈറ്റി ആണോ? നമ്മുടെ നാട്ടിൽ നമുക്ക് സൊസൈറ്റിനെ കൺസിഡർ ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റുമോ? അതേസമയം വെസ്റ്റേണിൽ അത് ഉണ്ടോ? നമ്മളൊക്കെ നാട് വിട്ട് ഓടിപ്പോകുന്നതിന് കാരണം എന്താ? ലൈക് ബേസിക്കലി നമ്മൾ പറയുന്ന കാരണം എന്താ? സോ ഇൻഡിവിജ്വൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ സൊസൈറ്റി ഏതില്? ഈസ്റ്റേണില്. സോ ഫസ്റ്റ് എ ഉണ്ട്, ഒഴിവാക്കുക. എ ഇല്ല, സോ ഒഴിവാക്കുക. എ ഒഴിവാക്കിയാൽ തന്നെ ബിയും ഡിയും മാത്രമേ ആൻസർ വരുന്നുള്ളൂ. ഇനി അടുത്തത്, നേച്ചർ ഷുഡ് ബി കൺട്രോൾഡ് ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. കുറച്ചും കൂടെ എന്താ പറയാ, നേച്ചറിനോടും ബാക്കി പറയുന്ന കാര്യങ്ങളോടും കുറച്ചും കൂടെ ലൈക്ക് എന്താ പറയാ, കുറച്ചും കൂടെ കൺസിഡർ ചെയ്യുന്നത് ഏതാണ്? ഈസ്റ്റേൺ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് അല്ലെങ്കിൽ ഹിന്ദു വേ ഓഫ് ലിവിങ് ആണെന്ന് പറയുന്നു. ബുദ്ധിസ്റ്റ് വേ ഓഫ് ലിവിങ്. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നേച്ചറിനെ കൺട്രോൾ ചെയ്ത് നോക്കില്ല. ആൻഡ് അത് പോട്ടെ, അതവിടെ ബി ബി നിങ്ങൾക്ക് ഡൗട്ട്ഫുൾ ആണെങ്കിൽ അവിടെ വെക്കുക. ടൈം ഈസ് ഇൻഫിനിറ്റ്. ഓക്കെ, അറിയില്ലെങ്കിൽ അവിടെ വെക്കുക. ദ വേൾഡ് ആൻഡ് യൂണിവേഴ്സ് ആർ സിംഗിൾ യൂണിറ്റ്. അത് നമ്മൾ ബർമൻ അല്ല, ബ്രഹ്മൻ കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അത് നമ്മൾക്ക് അറിയാം എന്താണ് ഹിന്ദു വേ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ അത് വരുന്നതെന്നുള്ളത്. നിങ്ങൾ വേറെ ആ ടോപ്പിക് ഏതാന്ന് എനിക്ക് മറന്നുപോയി, അതിൽ പഠിക്കും. സോ അതും വിടുക, അതിനി അറിയില്ലെങ്കിൽ വിടുക. അടുത്ത ഈ നോക്കുക, പീപ്പിൾ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. സോ ഹാർമണി എന്നുള്ളത് ഏതിലാണുള്ളത്? ഈസ്റ്റേൺ വ്യൂവിലാണുള്ളത്. സോ ഈ വരുന്ന ആൻസർ ഏതാണ്? ബിയിലും ഡിയിലും ഡി ആണ്. അപ്പോ പിന്നെ ഇത് നോക്കൂ, പീപ്പിൾ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. ബിയും ഇയും കോൺട്രഡിക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ ആൻസറിന് ഒന്നും കൂടെ അത് വാലിഡേറ്റ് ചെയ്യും. സോ ആൻസർ ഇസ് ഡി. എന്തുകൊണ്ടാണ് മോസ്റ്റ്ലി എല്ലാവരും ഏതാണ് എല്ലാവരും സി ആണ് പറഞ്ഞത് എന്നുള്ളത് എനിക്ക് അറിയില്ല. സോ എ എന്തായാലും നിങ്ങൾ ഒഴിവാക്കേണ്ട ഇതാണ്. അത് നിങ്ങളുടെ മിസ്റ്റേക്ക് തന്നെയാണ്. ഇൻഡിവിജ്വൽ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ സൊസൈറ്റി എന്നുള്ളത് ഒരിക്കലും ഈസ്റ്റേൺ വ്യൂവിൽ വരില്ല. നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി സമൂഹത്തിന് അടിമപ്പെട്ട് ജീവിക്കണമെന്നാണ് നമ്മുടെ എന്താ ഇത് പറയാ ആൾക്കാരെന്താണ് പൂർവികർ പറയുന്നത്. സോ ഒരിക്കലും അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈസ്റ്റേൺ വ്യൂവിൽ വരില്ല. അത് വെസ്റ്റേണിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ തന്നെ അത് എലിമിനേറ്റ് ചെയ്യണം. നിങ്ങളുടെ എയും ഡിയിലും ഏതെങ്കിലും തെറ്റിയാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, 50-50 ആണ്. ബട്ട് സോറി, ബിയും ഡിയിലും ഏതെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല, 50-50 ആണ്. ബട്ട് എ സി വരാൻ പാടില്ല. അതിനർത്ഥം നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്തോ ഇതുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടെ കൺസെപ്റ്റ് റിവൈസ് ചെയ്യുക. എ വരുന്നുണ്ട്, ഇ വരുന്നുണ്ട്, ഡി വരുന്നുണ്ട്. ഓക്കെ,
ആൻസർ എ ആണ്. ദ ഹിന്ദു വ്യൂ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ പെർസെപ്റ്റ് ദാറ്റ് റിയാലിറ്റി ഈസ് അൺഡിവൈഡഡ്. ശരിയാണ്. അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ദ ആൻഷ്യൻ ഹിന്ദു വ്യൂ ഓഫ് ലാംഗ്വേജ് ഇസ് വ്യൂ ലാംഗ്വേജ് ഈസ് എ മീൻസ് ടു അക്വയർ നോളജ്. അതും ശരിയാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. കൂടുതൽ ഫിലോസഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഫിലോസഫിയിലാണ് നിങ്ങൾ പഠിക്കുന്നത്. ഹിന്ദു, ബുദ്ധിസ്റ്റ്, മീമാംസ, ഫിലോസഫി അതൊക്കെ നിങ്ങൾ പഠിക്കുന്നില്ലേ? ആ ഒരു ബേസിൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റും. പ്യുവർലി കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് അല്ല ഇത്. ഓക്കെ, സി ആണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. സി ഡി ഇ ശരിയാണ്. ആൻസർ ഇസ് സി. ബുദ്ധിസ്റ്റ് കൺസെപ്റ്റ് ഓഫ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എംഫസൈസ്. ബുദ്ധിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആൻസർ ഓപ്ഷനിൽ ട്രൂത്ത്ഫുൾനെസ് വരണം. ഡി ഇല്ലാത്ത ആൻസർ ഒക്കെ നിങ്ങൾ ആദ്യം തന്നെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു, ലൈക്ക് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയും ഡിയും പോയി. പിന്നെ ബിയും സിയും ആണ്. ബിയും സിയും ഏതാണ്? സിയും ഡിയും രണ്ടിലും ഉണ്ട്. സോ ബി ഇയിലാണ്. ബാക്കിയുള്ളത് സെൻസിറ്റീവ് യൂസ് ഓഫ് ലാംഗ്വേജ്, അച്ചീവ്മെന്റ് ഓഫ് കൺസെൻസസ്, ഇതൊക്കെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരും. ഐസൊലേറ്റഡ് ആയിട്ടല്ല, കളക്റ്റീവ് ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ബി എലിമിനേറ്റ് ചെയ്യാം. സോ ആൻസർ ഇസ് സി ഡി ഇ. ട്രൂത്ത്ഫുൾനെസ് ഒക്കെ എന്താണ്? ഈ ബുദ്ധിസ്റ്റ് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന, ബുദ്ധിസ്റ്റ് ഫിലോസഫി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കാര്യം. അപ്പൊ അതില്ലാത്തത് അപ്പൊ തന്നെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. ഓക്കെ. ഫ്ലെക്സിബിൾ മൊറാലിറ്റി, നോ ചാൻസ്. മൊറാലിറ്റി ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എവിടെയാണ്? ഈസ്റ്റേൺ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഈസ്റ്റേൺ വേയിലാണ്, ഈസ്റ്റേൺ വ്യൂ ഓഫ് ഫിലോസഫിയിലാണ് വരിക. സോ അതൊന്നും ഇതൊക്കെ എലിമിനേറ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സി ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടല്ലോ, എ ഡി സി എന്നൊക്കെ ഉള്ളത്. നോക്കാം. ഡി ആണ് ആൻസർ. സ്റ്റേറ്റ്മെന്റ് വൺ ഈസ് ഫോൾസ് ബട്ട് സ്റ്റേറ്റ്മെന്റ് ടു ഇസ് ട്രൂ. ബുദ്ധിസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സിമ്പിൾ ആൻഡ് വൺ സൈഡഡ് അല്ല. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഈസ്റ്റേൺ വേവ് സമയത്ത് ലൈക്ക് നോൺ വെർബൽ ക്യൂസിന് കുറച്ചും കൂടെ എംഫസൈസ് കൊടുത്ത്, റിലേഷനിൽ കുറച്ചും കൂടെ എംഫസൈസ് കൊടുത്തിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഒരിക്കലും അത് വൺ സൈഡഡ് കമ്മ്യൂണിക്കേഷൻ അല്ല. അതായത് നമ്മൾക്ക് എന്താണോ പറയാനുള്ളത് അത് പറഞ്ഞു പോവല്ല. അപ്പുറത്തെ ആളുടെ ഇമോഷൻസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ സിമ്പിൾ ആൻഡ് വൺ സൈഡഡ് അല്ല, അത് തെറ്റാണ്. ബട്ട് ബുദ്ധിസ്റ്റ് അണ്ടർസ്റ്റാൻഡ് കമ്മ്യൂണിക്കേഷൻ ആസ് സോഷ്യൽ ആൻഡ് മോറൽ ആക്ട്. ഓഫ് കോഴ്സ് മൊറാലിറ്റി ഒക്കെ പറയുന്നത് ഈസ്റ്റേൺ വേയിലാണെന്ന് കുറച്ചും കൂടെ ആലോചിച്ച് നോക്കുക. സോ സ്റ്റേറ്റ്മെന്റ് ടു ഇസ് ട്രൂ ബട്ട് വൺ ഇസ് ഫോൾസ്. തെറ്റിച്ചവർ നോക്കുക. കൺസെപ്റ്റ് കുറച്ചും കൂടെ എന്താ പറയുക, ഒന്നും കൂടെ രണ്ട് മൂന്ന് പ്രാവശ്യം സ്ലൈഡ്സ് ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും.
എ ബി എല്ലാം ഉണ്ടല്ലോ. ADBA. ഓക്കെ, ഇതിൽ കുറച്ചും കൂടെ ആൾക്കാർ തെറ്റിക്കുന്നുണ്ട്, നോക്കുക. ആൻസർ ഈസ് ഡി ആണ്. ഹിന്ദു വ്യൂ ഓഫ് കമ്മ്യൂണിക്കേഷൻ കൺസിഡേഴ്സ് ലാംഗ്വേജ് ആസ് എ ടൂൾ ടു അണ്ടർസ്റ്റാൻഡ് ഇല്യൂഷണറി വേൾഡ്. ഇല്യൂഷണറി വേൾഡ് അല്ല, റിയൽ വേൾഡിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ വൺ ഈസ് ഫോൾസ്. രണ്ടാമത്തത്, അക്കോർഡിംഗ് ടു ഹിന്ദു വ്യൂ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഹിയറിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലാംഗ്വേജ് ആർ റിയലൈസേഷൻ ഓഫ് സം സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. കുറച്ചും കൂടെ എന്താ പറയുക, ഫിലോസഫിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ബട്ട് അത് ദാറ്റ് ഇസ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 2 ഇസ് കറക്റ്റ്, 1 ഈസ് ഫോൾസ്. ഓക്കെ. ഓക്കെ, ഡി. ഡി ആണ് ആൻസർ. എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഡിസ്റ്റിങ്വിഷബിൾ ഫീച്ചേഴ്സ് ഓഫ് ബുദ്ധിസ്റ്റ് കൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? അത് നേരത്തെ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, യൂണിഡയറക്ഷനിലല്ല. സോ എ എലിമിനേറ്റ് ചെയ്യുക. സോ B, C ബാക്കിയുണ്ട്. പ്രോസസ് ഓറിയന്റഡ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ, കുറച്ചും കൂടെ പ്രോസസ് ഓറിയന്റഡ് ആണ്. സോ B ഇസ് ദ. സോ സിയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ BDയില് ക്രിയേഷൻ ഓഫ് മീനിങ്, കുറച്ചും കൂടെ മീനിങ്ങിൽ നമ്മൾ ഫോക്കസ് ചെയ്യാണെന്ന് പറഞ്ഞു. ബിഹേവിയർ സെന്റർ ആണെന്ന് പറഞ്ഞു. സോ BDE എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. യൂണിഡയറക്ഷനിലല്ല. അപ്പൊ തന്നെ അതൊക്കെ ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവിടെ തന്നെ അതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പഠിക്കണം. പിന്നെ ബാക്കിയുള്ളത് 50-50 ആണല്ലോ. കുറച്ചും കൂടെ മീനിങ്ങിൽ ഫോക്കസ്ഡ് ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് നമ്മള്. സോ ആൻസർ ഇസ് ഡി. സോ ബേസിക്കലി ബുദ്ധിസ്റ്റ്, ഈസ്റ്റേൺ, ഹിന്ദു വ്യൂ ഒക്കെ ഏകദേശം ഒരേ ബേസിക്കിൽ പോകുന്നതാണ്. വെസ്റ്റേൺ അല്ലെങ്കിൽ എന്ത് പറയും, അരിസ്റ്റോട്ടിലിനിയൻ വ്യൂ എന്ന് പറയും. സോ ഇതാണ് ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് 2023 ജൂൺ സൈക്കിളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ബാക്കിയും ഈ പറയുന്ന ഈസ്റ്റേൺ വെസ്റ്റേൺ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് PYQs സോൾവ് ചെയ്ത് ആ പറയുന്ന കൺസെപ്റ്റ് എന്താ പറയാ തെറോ ആക്കാൻ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇവൻ ക്ലാസ് ഓവർ ചെയ്തിട്ടാണ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇപ്പോഴെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഓക്കെ, ഈ ഏരിയ ക്ലിയർ ആവാണ്ട് പോകരുത്, കാരണം ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് നല്ലോണം വരുന്നുണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻസ് ആർ ടഫ്. ഇപ്പൊ ഇതിൽ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് നല്ല ടഫുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മളെ ബേസിക് ആയിട്ടുള്ള ലോജിക്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ലോജിക്കിലൊക്കെ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ കുറച്ചും കൂടെ ടഫാണ്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ, അതായത് ഭയങ്കരത്തിൽ പ്രിപ്പയർ ചെയ്ത് വരുന്ന ഒരു ആസ്പിരന്റ് എന്തായാലും ഇത് ക്രാക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പിറകിലായിരിക്കും. നിങ്ങൾ കോമ്പറ്റീഷനിൽ നിങ്ങൾ ആ ഒരു മാർക്കിനൊക്കെ ആയിരിക്കും JRF അല്ലെങ്കിൽ നെറ്റോ പോകുന്നത്. എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ്. ഇത് പുതുതായിട്ട് വന്ന ക്വസ്റ്റ്യൻസ് കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, പക്ഷെ വേർഡ്സ് പുതുതാണ്. സോ ആ വേർഡ്സ് ഒന്ന് ഫെമിലിയർ ആയി വെക്കുക. സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. സിങ്ക്രണസ് സിങ്ക്, അതായത് റിയൽ ടൈമില്. അസിങ്ക്രണസ് മീൻസ് റിയൽ ടൈം അല്ലാത്തത്, ഇൻ ഡിജിറ്റൽ വേയില്. സോ അത് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. Synchronous communication involves real-time interaction where parties are present together in a virtual space like video call, live chat. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ കാര്യം സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്? റിയൽ ടൈം ആണ്. ഇന്ററാക്ഷൻ ഹാപ്പൻസ് ഇൻസ്റ്റന്റേനിയസ്ലി വിത്ത് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. ഇപ്പൊ നിങ്ങൾ ഫീഡ്ബാക്ക് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പൊ റെസ്പോണ്ട് ചെയ്യുന്നത് കൊണ്ട് റിയൽ ടൈം ആണ്. എക്സാമ്പിൾ എന്തൊക്കെയാ? ഫോൺ കോൾസ്, കോൺഫറൻസ്, ലൈവ് ചാറ്റ് ആൻഡ് ഇൻ പേഴ്സൺ മീറ്റിംഗ്സ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ക്വിക്ക് റെസൊല്യൂഷൻ ഓഫ് ഇഷ്യൂ, ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്, സൂട്ടബിൾ ഫോർ അർജന്റ് മാറ്റേഴ്സ്. എന്താണ് ഇതൊക്കെയാണ് സിങ്ക്രണസ് മീൻസ് സൈമിൾട്ടേനിയസ്. നമ്മുടെ എന്തായിരുന്നു ട്രാൻസാക്ഷണൽ കമ്മ്യൂണിക്കേഷൻസ്, അതിനെയാണ് സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. സിങ്കിൽ അത് ആലോചിച്ച് വെക്കുക, സിങ്ക് ലൈവായിട്ട്. ആൻഡ് അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ ഇസ് അനദർ ഹാൻഡ്
occurs different times, allowing parties to exchange information without needing to be online simultaneously. അതായത് സൈമൾട്ടേനിയസ്ലി എന്താണ് റിപ്ലൈ ചെയ്യണം എന്നില്ല. അതായത് ഫീഡ്ബാക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടില്ല. ഏതുപോലെ നമ്മളെ ഇന്ററാക്ഷൻ വേ ഓഫ് ഇന്ററാക്ഷൻ കമ്മ്യൂണിക്കേഷൻ ലീനിയർ ഇന്ററാക്ഷൻ ആൻഡ് ട്രാൻസാക്ഷൻ. സോ ഇന്ററാക്ഷൻ ആ ഒരു ഏരിയയിലത്തതാണ് അസിൻക്രണസ് എന്ന് പറയുന്നത്. നോൺ റിയൽ ടൈമിലായിരിക്കില്ല. ഇന്ററാക്ഷൻ ഹാപ്പൻസ് ഡിഫറെന്റ് ടൈമിങ്സ് അലോയിങ് ടു ഡിലേഡ് റെസ്പോൺസസ്. റെസ്പോൺസ് ഉണ്ടാവും, ബട്ട് ഡിലേഡ് റെസ്പോൺസ് ആയിരിക്കും. ഒന്ന് ഇമെയിൽ, മെസ്സേജിങ് ആപ്പ്, ഫോറം പോസ്റ്റ് ആൻഡ് ഷെയർഡ് ഡോക്യുമെന്റ്സ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ഇൻ ഷെഡ്യൂളിംഗ്, റെഡ്യൂസ്ഡ് ഇന്ററപ്ഷൻസ് ആൻഡ് റെക്കോർഡ് ഓഫ് ഓൾ കമ്മ്യൂണിക്കേഷൻസ്. ഇതൊക്കെയാണ് ഇതിന്റെ ഇത് പറയുന്നത്. സിങ്ക്രണസ് എന്താന്ന് വേർഡ് മീനിങ് മനസ്സിലാക്കി വെക്കുക. ഇതൊന്നും ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ന്യൂ കൺസെപ്റ്റ് ആണ്. ഇതിന്ന് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. സോ ഇതിന്റെ ഒരു എന്താണ് ഒരു ടേബിൾ ആണ്. ടൈമിംഗ് എന്താണ്? സിങ്ക്രണസിൽ രണ്ടുപേരും ഒന്നിച്ച് സൈമൾട്ടേനിയസ്ലി പ്രസന്റ് ആവണം. അസിങ്ക്രണസിൽ ഡിഫറെന്റ് ടൈമിങ്സിൽ റെസ്പോൺസിൽ ഗ്യാപ്പ് ഉണ്ടാവും. സ്പീഡ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആയിരിക്കും സിങ്ക്രണസിൽ, ഡിലേഡ് റെസ്പോൺസ് ആയിരിക്കും എവിടെ അസിങ്ക്രണസിൽ വരിക. അവൈലബിലിറ്റി, ബോത്ത് സെൻഡർ ആൻഡ് റിസീവർ നീഡ് ടു ബി പ്രസന്റ് അറ്റ് ദ സെയിം ടൈം. ഇവിടെ അങ്ങനെ സൈമൾട്ടേനിയസ് ആയിട്ടുള്ള പ്രസൻസ് ആവശ്യമില്ല. പ്രഷർ ടു റെസ്പോണ്ട്, ഹൈ പ്രഷർ എന്ന് പറയുന്ന റെസ്പോൺസ്. ഇപ്പോ റിയൽ ടൈമിലാകുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് പ്രഷർ അധികമായിരിക്കും. ഇവിടെ നമുക്ക് ആലോചിച്ച് പേഷ്യൻസോട് കൂടി നമ്മുടെ ഓൺ സ്പേസിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. എന്താണ് എഫിഷ്യൻസി, അർജന്റ് ആയിട്ട് ക്വിക്ക് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ബട്ട് എന്താ പറയാ, തിരക്കൊന്നും ഇല്ലാത്ത തോട്ട്ഫുൾ കമ്മ്യൂണിക്കേഷനിൽ എവിടെയാണ് അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഹെൽപ്പ് ആവുക. സോ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് തരാണ്. ബെസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അസിങ്ക്രണസ് സ്റ്റേറ്റ്മെന്റിൽ ബെസ്റ്റ് ഫോർ അർജന്റ് ആൻഡ് ക്വിക്ക് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അതേസമയം ബെസ്റ്റ് ഫോർ നോൺ അർജന്റ് തോട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ എവിടെയാ വരിക? അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷനിലാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ കണ്ടിന്യൂസ് വിത്ത് എബിലിറ്റി ടു ക്ലാരിഫൈ ഇൻ റിയൽ ടൈം. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും വരിക. ഇവിടെ ഫോൺ കോൾസ്, വീഡിയോ കോൾസ്, മീറ്റിംഗ്സ്, അതൊക്കെ സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷനിൽ വരും. അതേസമയം ഇമെയിൽ, ടെക്സ്റ്റ്, കമന്റിങ് ഓൺ ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഇതൊക്കെ എന്താണ് റിയൽ ടൈമിലില്ലാത്ത കമ്മ്യൂണിക്കേഷൻസ്, അതൊക്കെ അസിങ്ക്രണസ്. ഡിജിറ്റൽ സ്പേസിൽ ഇന്ററാക്ഷനും ട്രാൻസാക്ഷനും മോഡൽസ് ഡിജിറ്റൽ സ്പേസിൽ വരുന്ന സമയത്ത് സിങ്ക്രണസും അസിങ്ക്രണസും ആവും. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് മൊത്തത്തിൽ ഒരു എന്താ പറയാ ചാപ്റ്റർ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഇനിയും PYQs എടുത്തു കഴിഞ്ഞാൽ പുതുതായിട്ടുള്ള കുറച്ചധികം കൺസെപ്റ്റ് കാണാൻ പറ്റും. അത് നിങ്ങൾ ഇത് ചെയ്യുക. ഇത്രയും ലിമിറ്റഡ്, അതായത് 5 സെഷൻ ആയിട്ടുള്ള ഈ ക്ലാസ്സിൽ എനിക്ക് ഇത്രയും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ. ഇത് ഇനഫ് ആണെന്ന് പറയുന്നില്ല, ബട്ട് ദിസ് വിൽ ബി എ ബേസ്. ഈ ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി സോൾവ് ചെയ്യാം, PYQs കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഒരു ക്വിക്ക് റീക്യാപ്പ് എന്ന് പറഞ്ഞ പോലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? സിലബസ് എന്താണ് സിലബസിൽ ഏകദേശം അല്ല, നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്താണ്, മീനിങ് പഠിച്ചു, ടൈപ്സ് പഠിച്ചു, ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചു, ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ 4 ടൈപ്പ് ഉണ്ട് എന്ന് പഠിച്ചു. ഇങ്ങനെ ഒന്നെടുത്ത് പോവാം. ക്വസ്റ്റ്യൻസ് നമ്മൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഒരു 60 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഈ 2023 സൈക്കിളിൽ വന്ന ഏകദേശം ക്വസ്റ്റ്യൻസും കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതുപോലെ തന്നെ എന്താണ് അതിന്റെ പ്രോസസ്സ്, എത്ര എലമെന്റ്സ് ഉണ്ട്, ഈ എലമെന്റ്സ് ഒക്കെ പഠിച്ചു. അതുപോലെ തന്നെ നോയിസ് എന്നുള്ള കൺസെപ്റ്റ്, നോയിസിന്റെ കാറ്റഗറീസ്. ഇവിടെ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ 4 ടൈപ്പ് ഉണ്ട്. ആ 4 ടൈപ്പിന്റെയും സബ് കാറ്റഗറീസ് ഏതൊക്കെയാണെന്നും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് പഠിച്ചിട്ടുണ്ട്, നോട്ട്സ് ഉണ്ട്, റിവൈസ് ചെയ്യാം. വെർബൽ ആൻഡ് നോൺ വെർബൽ ഈ പറയുന്ന പാരാലിംഗ്വിസ്റ്റിക് കൈനസിസ്, ഹാപ്റ്റിക്സ്, ഇതൊക്കെ എന്താണെന്നുള്ളത് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓർമ്മയില്ലെങ്കിൽ റിവൈസ് ചെയ്ത് ഓർമ്മിച്ചെടുക്കുക. അതുപോലെ തന്നെ ഫോമലിൽ തന്നെ ഡിഫറെന്റ് 5 ടൈപ്പ് ഓഫ് സബ് കാറ്റഗറീസ് ഉണ്ട്. അത് ഏതൊക്കെയാന്ന് പഠിച്ചു. അത് ഏതൊക്കെയാന്നുള്ളത് പിക്ചർ സഹിതം ഉണ്ട്. അതുപോലെ തന്നെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, അൺഒഫീഷ്യൽ ചാനൽ അല്ലെങ്കിൽ ഗ്രേപ്പ് വൈൻ എന്തൊക്കെയാണെന്നും അതിലുള്ള 4 ടൈപ്പ് ഓഫ് സബ് കാറ്റഗറീസ് കഴിഞ്ഞ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലോ, ബേസ്ഡ് ഓൺ ഫ്ലോ ഉള്ള കാറ്റഗറി, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, ഡയഗണൽ, ഇതൊക്കെയാണ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വരിക. അതുപോലെ തന്നെ എന്താണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ എന്താണ് ബാരിയേഴ്സ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനുള്ള ബാരിയേഴ്സ് പഠിച്ചിട്ടുണ്ട്. സെമാൻറ്റിക് ബാരിയേഴ്സ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക.
അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ലിസണേഴ്സ്, ഇതൊക്കെ എന്താ പറയാ ഒരു സർപ്രൈസ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന കൺസെപ്റ്റ് ആണ്. ഹെറേബ്യൻ റൂൾ ഏതൊക്കെയാണ്, ഈ 735 555 റൂള്, 7 C's ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഈ സീസ് ഒക്കെ പഠിച്ചു വെക്കുക എന്തെങ്കിലും കോഡ് വേർഡ് ഉപയോഗിച്ചിട്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ് കമ്മ്യൂണിക്കേഷൻ മോഡലില് 3 ടൈപ്പ് ഓഫ് കാറ്റഗറി: ലീനിയർ, ട്രാൻസാക്ഷണൽ, ഇന്ററാക്റ്റീവ്. അതിൽ ലീനിയറിൽ 4 ടൈപ്പ് പഠിച്ചു, ട്രാൻസാക്ഷനിൽ 2 ടൈപ്പ് പഠിച്ചു, ഇന്ററാക്റ്റീവിൽ 2 ടൈപ്പ് പഠിച്ചു. ബേസിക് ഈ ഒരു ബേസ് ഉണ്ടാക്കി വെക്കുക. ഇതിനെ പുറത്തേക്കുള്ള ഏതെങ്കിലും മോഡൽ ചോദിച്ചു കഴിഞ്ഞാൽ എലിമിനേഷൻ എന്തായാലും നമുക്ക് ഡെഫിനറ്റ്ലി എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ അതിൽ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. ബെർലോ, ഇന്ററാക്റ്റീവ്, വെസ്ലി, മെക്ലീനിയൻ ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ഇന്നത്തെ ക്ലാസ്സിൽ മെൻഷൻ ചെയ്ത മോഡല്. അതിന്റെ ബേസിലുള്ള PYQs ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, മാസ് മീഡിയ ആൻഡ് സൊസൈറ്റിയിൽ എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് മീഡിയ ഉണ്ട്, അതുപോലെ തന്നെ തിയറീസ് ബേസ്ഡ് ഓൺ മാസ് മീഡിയ. ബേസിക്കലി ഈ പറയുന്ന വേർഡ്സ്, ഹൈപ്പോഡാമിക് തിയറി, 2 സ്റ്റെപ്പ് ഫ്ലോ മോഡൽ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. അത് കഴിഞ്ഞിട്ട് ഇന്നത്തേക്കാണ് നമ്മളെന്താ ക്വസ്റ്റ്യൻസ്, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ ബേസ്ഡ് ഓൺ ക്വസ്റ്റ്യൻസ് ചെയ്തു ആ ഒരു എഫക്ട് ഇതില്. പിന്നെ ഇന്ന് വേറെ പഠിച്ചത് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ വ്യൂ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ, മെറ്റാ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പഠിച്ചു. സോ ദാറ്റ്സ് ഇറ്റ്. സോ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കോ, ഏതെങ്കിലും ഏരിയ ഡൗട്ട് ഉണ്ടെങ്കിൽ. ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ പാർട്ട്, അത്രേ ഉള്ളൂ. ഏതെങ്കിലും ഏരിയാസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ഡൗട്ട് ക്ലിയറൻസ് എനിക്കിപ്പോ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യും. എന്തെങ്കിലും റെഫർ ചെയ്യാനാണെങ്കിൽ ഒന്നും കൂടി റെഫർ ചെയ്ത് ഞാൻ നിങ്ങളെ ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. ക്ലിയർ ആണോ എവ്രിവൺ? ഏതെങ്കിലും ഏരിയാസിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അനീസ്, നൂറ, ഇവരൊക്കെയാണ് എനിക്ക് സ്ഥിരമായിട്ട് റെസ്പോണ്ട് ചെയ്ത് എന്നെ രക്ഷിക്കാറുള്ളത്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ടൊന്നും ഇല്ലെങ്കിൽ അനീസ് മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്തു. എന്താണ്, എന്തെങ്കിലും പറയാനുണ്ടോ? കുറച്ചുകൂടെ PYQs തരികയാണെങ്കിൽ ഞാൻ ഒരു സെക്ഷനിലുള്ള PYQs മാക്സിമം ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. മോർ ദാൻ 60 നമ്മൾ ഈ സെഷനിലൂടെ തന്നെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാലോ ഈ ഒരു എന്താ 5 സെഷനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്ര PYQs ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള PYQsന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾക്ക് തന്നെ ലൈക്ക് ഒരു 2015 തൊട്ട് 2024 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 1 ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. സോ അതിൽ നിന്ന് നിങ്ങൾ വർക്ക്ഔട്ട്, അതിൽ തന്നെ 2020 to 2024 ഫോക്കസ് ചെയ്ത് നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് ഞാൻ അയച്ചു തരാം. അത്രയും എല്ലാ PYQsന്റെ ഒരു ഇമെയിൽ എൻ്റെ അടുത്തുണ്ട്. സോ അതിൽ നിന്ന് എടുക്കാൻ നോക്കുക. ഞാൻ ഒരു സെഷനിന്ന് മാക്സിമം എടുക്കാൻ നോക്കി, ഒരു ഐ മീൻ 2023 ജൂൺ സൈക്കിളിൽ ഞാൻ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അതിലൊരു മോർ ദാൻ 60 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ സെഷൻസിലൂടെ കവറും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ അനീസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇതൊരു ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഓവറോൾ ആയിട്ട് ഈ ടോപ്പിക് യൂണിറ്റ് 4നെ പറ്റി പറയുകയാണെങ്കിൽ, യൂണിറ്റ് 4ന്റെ ഒരു ബേസ് ഈ ഒരു 5 ക്ലാസ്സിലൂടെ ഞാൻ തരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പഠിപ്പിച്ച PPTയിലൂടെയും തന്നിട്ടുള്ള നോട്ടിലൂടെയും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബേസ് സെറ്റ് ആവും. ഫ്രം ദാറ്റ് ബേസ് നിങ്ങൾ PYQsന്റെ മാക്സിമം കീ ടു ക്രാക്ക് ദിസ് എക്സാം ഇസ് PYQs. അത്രയും മാക്സിമം PYQs ട്രൈ ചെയ്യാൻ നോക്കുക.
ബേസിക്കലി ആ ഒരു ബേസ് വെച്ചിട്ട് ട്രൈ ചെയ്യാൻ നോക്കുക. പിന്നെ PYQs ട്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. എന്താ പറയാ, മാക്സിമം ഒന്നും അറിയുന്നില്ലെങ്കിലും മാക്സിമം ഈ നമ്മുടെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഇസ് ദയർ. ജസ്റ്റ് നമ്മളൊന്ന് അതിന് ഏതാണെന്ന് നമ്മൾ പിക്ക് ചെയ്താൽ മതി. നമ്മുടെ ചില അസംഷൻസ്, നമ്മുടെ ചില ഇൻഡ്യൂഷൻസ് ഒക്കെ മാക്സിമം വർക്ക്ഔട്ട് ആവുന്നത് നമുക്കൊരു ക്ലിയർ ബേസ് ഉണ്ടെങ്കിൽ മാക്സിമം അത് വർക്ക് ആവും. സോ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് ക്വസ്റ്റ്യൻസിനെ സൂക്ഷ്മമായി വായിച്ചിട്ട് അതിന്ന് ആൻസർ കണ്ടെത്താൻ നോക്കുക. ഞാൻ പറഞ്ഞിട്ടില്ല, ഈ ഒരു 60 PYQസിലൂടെ ഞാൻ കൺസെപ്റ്റിനെക്കാളും ഫോക്കസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യന് ഇത് ചിലപ്പോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ബട്ട് ഇവിടെ ന്യൂ കമേഴ്സ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് മൈൻഡോടുകൂടി അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇനി എത്ര PYQs ചെയ്യുന്നതോ അപ്പോഴും ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ എന്താ പറയാ അപ്രോച്ച് ചെയ്യാൻ നോക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നല്ലൊരു ഇവാലുവേഷൻ നടത്തുക. നിങ്ങൾ വെറുതെ നിങ്ങൾ ഇങ്ങനെ PYQs ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി എഫക്റ്റീവ്. നിങ്ങൾ 10 PYQ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ 10 എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നത്, എന്തുകൊണ്ടാണ്, ബേസ് ഇല്ലാത്തത് കൊണ്ടാണോ, അതോ എന്താ പറയാ പർട്ടിക്കുലർ കൺസെപ്റ്റ് അറിയാത്തത് കൊണ്ടാണോ, അതോ ആ സമയത്തുള്ള എന്റെ അബദ്ധം ലൈക് പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാത്തത് കൊണ്ടാണോ എന്നുള്ള രീതിയിൽ കൃത്യമായി അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഗസ് വർക്കുകൾ എത്രത്തോളം വർക്ക് ആവുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാ നിങ്ങൾക്ക് നിങ്ങളെ പ്രോസസ്സ് ക്ലിയർ ആയി തുടങ്ങും നിങ്ങൾക്ക് തന്നെ. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും പറയുന്നുണ്ടെങ്കിലും മോസ്റ്റ്ലി ആൾക്കാർ അത് ചെയ്യാൻ നോക്കില്ല. നമ്മൾ വിചാരിക്കും ആ ടൈമിൽ നമുക്കൊരു 10 PYQs എക്സ്ട്രാ ചെയ്യാന്നുള്ളത്. അതിലല്ല കാര്യം ഇരിക്കുന്നത്. ഈ പറയുന്ന എന്താ പറയാ സെൽഫ് ഇവാലുവേഷൻ ഇസ് ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ PYQs സോൾവ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഓപ്ഷൻസും അത് നമ്മുടെ സബ്ജക്റ്റിനും അങ്ങനെ തന്നെയാണ്. ഈ ഒരു പ്രോസസ്സിലൂടെ എന്താ പറയാ സെക്കൻഡ് അറ്റംപ്റ്റിൽ തന്നെ JRF ക്ലിയർ ചെയ്തു എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാണ്, നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു ലൈക്ക് ഏതാണ് ആൻസർ എന്ന് മാത്രം നോക്കി പോകരുത്. ബാക്കി ഓപ്ഷൻസും കൂടെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അത് എന്താണെന്ന് നോക്കുക. പുതിയ കൺസെപ്റ്റ് ആണെങ്കിൽ അതെന്താണെന്ന് നോക്കുക, പഴയതാണെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. ഇങ്ങനെയാണ് നമ്മൾ PYQs ലൈക്ക് എന്താ പറയാ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇനി ഇത് സിൻസ് ഇറ്റ്സ് ദ ലാസ്റ്റ് ക്ലാസ്, എക്സാം ഹാളില് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈക്ക് എന്താ പറയാ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുന്ന കുറച്ചും കൂടെ ടിപ്സ് ഞാൻ പറയാം. ഇറ്റ്സ് വർക്ക് ഫോർ മീ. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. പുതിയ ആൾക്കാരാണെങ്കിൽ ട്രൈ ചെയ്യാം. പഴയ ആൾക്കാർക്ക് അവരുടെ ട്രിക്ക് വർക്ക് ആവുന്നില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യാം. സോ ബേസിക്കലി ഫസ്റ്റ് തിങ്, എത്ര പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും എക്സാം സെന്ററിലേക്ക് കൃത്യമായിട്ട് മുന്നേ തന്നെ എത്താൻ നോക്കുക. അതായത് ആ സമയത്ത് ഒരു ഹറിബറിയും എന്താ പറയാ അഫോർഡ് ചെയ്യരുത്. ലൈക്ക് അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കൃത്യമായിട്ട് മുന്നേ തന്നെ എത്താൻ നോക്കുക, കാം ആയിരിക്കുക, കമ്പോസ്ഡ് ആയിരിക്കുക. അതുപോലെ തന്നെ 3 മണിക്കൂറാണ് എക്സാം. സോ ആ 3 മണിക്കൂർ സ്ക്രീനിൽ നോക്കിയിരിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി ഒരു 1.5 മണിക്കൂറേ നമ്മുടെ ബ്രെയിൻ വർക്ക് ആവുള്ളൂ. അതിനുശേഷം ബാക്കി 1.5 മണിക്കൂർ ഇതിന് മുന്നേ എക്സാം ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, നമുക്ക് കിളി പോയ പോലെ ആയിരിക്കും. നമ്മൾ ഏത് ക്വസ്റ്റ്യനാ വായിക്കുക, ഏത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാന്നുള്ളത് നമുക്കൊന്നും ഓർമ്മയൊന്നും ഉണ്ടാവില്ല. സോ അത് മുന്നേ പ്രിപ്പയർ ആവുക. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ആയിരിക്കും വർക്ക് ആവുന്നുള്ളതെന്ന് മുന്നേ പ്രിപ്പയർ ആവുക. സോ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ പേപ്പർ 1, പേപ്പർ 2 നിങ്ങളുടെ കംഫർട്ട്സിനനുസരിച്ച് ലൈക്ക് അറ്റൻഡ് ചെയ്യുക. ഫോർ മീ ഞാൻ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 2 സൈക്കിളിൽ ഞാൻ പോകും. അതായത് ഒറ്റയടിക്ക് 150 ക്വസ്റ്റ്യൻ പോവില്ല. അതായത് രണ്ട് സെറ്റ് ഓഫ് മിനിമം 2 പ്രാവശ്യം ഞാൻ എല്ലാ ക്വസ്റ്റ്യനിലൂടെയും കടന്നു പോകാൻ നോക്കും. ദാറ്റ്സ് വർക്ക്സ്. ബിക്കോസ് ഇപ്പൊ പേപ്പർ 2 തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് 59ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിന്റെ ആൻസർ നിങ്ങൾ എന്താ പറയാ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടാവും. ബട്ട് 150ാമത്തെ ക്വസ്റ്റ്യനിൽ ഉള്ള എന്തോ ഒരു കാര്യം വായിക്കും, നിങ്ങൾക്ക് ഈ 51ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ ഓർമ്മ വരും. ഓക്കെ, ബട്ട് ഇതിപ്പോ നമ്മൾക്ക് എന്താ പറയാ ഓൾറെഡി ഫസ്റ്റ് അത് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് വന്ന് തിരിച്ചത് ആൻസർ എന്താ പറയാ മാറ്റിക്കുത്താം. ബട്ട് ഇഫ് ഇറ്റ് ഇസ് ലൈക്ക് എന്താണ് കറുപ്പിക്കുന്നതാണെങ്കിൽ നമുക്കത് മാറ്റിവെക്കാൻ പറ്റില്ല. സോ ഈ പറയുന്ന എന്താണ് 2 സൈക്കിൾ പോകുന്ന സമയത്ത് നമ്മുടെ മൈൻഡും ഒന്ന് ഫ്രഷ് ആവും. ലൈക്ക് മൈൻഡ് ഒന്ന് ഈ ക്വസ്റ്റ്യൻസിനോടൊക്കെ ഒന്ന് എന്താ പറയാ ഫെമിലിയർ ആയിട്ട് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ മൂഡിലേക്ക് വരും. സോ 2 സൈക്കിൾ മിനിമം പോവാൻ നോക്കുക. അതായത് ഒരു 3 മണിക്കൂറുള്ള എക്സാമിന് 1.5 മണിക്കൂർ തരംതിരിക്കുക. ആൻഡ് ഫസ്റ്റ് ഹാഫ് ആൻ അവറിൽ ഇഫ് യു ആർ ഗോയിങ് ഫസ്റ്റ് തന്നെ പേപ്പർ 1ലേക്ക്, ഫോർ മീ എന്റെ കാര്യം പറയാം, പേപ്പർ 1ലേക്ക് പോവാണെങ്കിൽ ഫസ്റ്റ് 30 മിനിറ്റ്സ് ഞാൻ പേപ്പർ 1 സോൾവ് ചെയ്യും. 30 മിനിറ്റ്സിൽ ഞാൻ 50 ക്വസ്റ്റ്യൻ കാണാൻ നോക്കും. അത് 30 മിനിറ്റ്സിൽ ഞാൻ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും,
ഞാൻ പേപ്പർ ടൂയിലേക്ക് പോകും. ബട്ട് മോസ്റ്റ്ലി ഇതുവരെ എനിക്ക് പേപ്പർ വണ്ണിലേക്ക് അത് പോകാൻ നോക്കിയിട്ടുണ്ട്. അതിൽ കാരണം മെയിൻലി ഞാൻ ഈ പറയുന്ന മാത്സ് ടൈം കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യും. സെക്കൻഡ് റൗണ്ടിൽ പോവാന്ന് വെച്ചിട്ട് സ്കിപ്പ് ചെയ്യും. ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് ഷുവർ ഷോട്ട് ആയിട്ടുള്ള, അതായത് ഏറ്റവും ഉറപ്പുള്ള ഫെമിലിയർ ആയിട്ടുള്ള കൺസെപ്റ്റ്സുകൾ എന്താണ് സോൾവ് ചെയ്യാൻ നോക്കുക. ഫോർ എത്ര പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും എത്ര അൺപ്രിപ്പയർ ആയിട്ടുണ്ടെങ്കിലും മിനിമം 50-ൽ 5-10 മാക്സിമം 10 ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് ആ ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ആൻസർ ഉണ്ടാവുള്ളൂ. അത് ചെയ്തിട്ട് പേപ്പർ ടൂയിലേക്ക് പോവാം. പേപ്പർ ടൂവിലും ആ 100 ക്വസ്റ്റ്യനിൽ ഒരു 20 ക്വസ്റ്റ്യൻ ആയിട്ടോ നിങ്ങൾ എന്താ പറയാ കേട്ടിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ട്, അറിയുന്നതുണ്ടാവും. അത് സോൾവ് ചെയ്യാം. സോ 1.5 മണിക്കൂർ നെക്സ്റ്റ് 1 അവർ എന്താണ് ആ 100 ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാൻ നോക്കുക. അതായത് ആദ്യത്തെ 1.5 അവറിൽ നിങ്ങൾ 150 ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം കാണുക. സോ നെക്സ്റ്റ് ഇനി സെക്കൻഡ് സൈക്കിൾ വരുമ്പോൾ ഫോർ മീ ഞാൻ എന്താണ് പേപ്പർ 1 ആദ്യം എടുക്കില്ല, പേപ്പർ 2 ഒന്നും കൂടെ പോകും. പേപ്പർ 2-ല് 150 ക്വസ്റ്റ്യൻ, അതായത് 51 തൊട്ടിട്ട് 150 ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ പോകും. അവിടെ ഞാൻ റിവ്യൂ ചെയ്യാൻ വെച്ചത്, അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ഉള്ളത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 50-50 എലിമിനേറ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആ പേപ്പർ രണ്ടാമത്തെ സൈക്കിൾ ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്യും, ആൻസർ ചെയ്യും. ഇനി ഇഥവാ ഞാൻ അറിയില്ല, വെറും ഞാൻ അന്ന് പറഞ്ഞില്ലേ നമുക്കിത് നെഗറ്റീവ് ഇല്ലാത്തത് കൊണ്ട് എല്ലാം കുത്താലോ, അറിയില്ലാത്ത ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസും ഞാൻ കുത്തിയിട്ട് വെക്കും. സോ ലാസ്റ്റ് ഇപ്പൊ 3 മണിക്കൂർ ഉണ്ടെങ്കിൽ 2.5 മണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് അറിയാത്തതും എല്ലാം ഞാൻ പേപ്പർ 2 കംപ്ലീറ്റ് ചെയ്തു. ബാക്കി എനിക്ക് വരുന്ന എത്ര സമയമുണ്ടോ അത്ര ഞാൻ ഈ പേപ്പർ 1-ല് നമ്മൾക്ക് ടൈം കൺസ്യൂം ചെയ്യുന്ന, അത് ആദ്യത്തെ ഈ പറയുന്നുണ്ടല്ലോ മാത്തമാറ്റിക്കൽ റീസണിങ്, ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊന്നും സ്ട്രോങ് അല്ലാതെ ആണെങ്കിൽ, അതിലൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലാണെങ്കിൽ ആ പറയുന്ന മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാനാണെങ്കിൽ പേപ്പർ 2-ന് കൊടുക്കും. സോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ലൈക്ക് എന്താണ് അറ്റൻഡ് ചെയ്യാനുള്ള സ്ട്രാറ്റജൈസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ബട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം നിങ്ങൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതായത് റാൻഡം ആയിട്ട് പോയി അറ്റൻഡ് ചെയ്യരുത്. സോ പിന്നെ എങ്ങനെയായിട്ടാണ് നിങ്ങൾക്ക് സ്ട്രാറ്റജൈസ് ചെയ്യാം. ബട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മിനിമം 2 പ്രാവശ്യം ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ്. 1.5 മണിക്കൂർ എന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉറപ്പിച്ചു വെക്കുക. അതായത് 1.5 മണിക്കൂറിനുള്ളിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് കാണണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ടൈം എപ്പോഴും മൈൻഡ്ഫുൾ ആയിരിക്കുക. പിന്നെ അത് ഈ സമയം കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ടൈമിന് മൈൻഡ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് 45 തൊട്ട് 50 വരെ പേപ്പർ 1-ലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാരഗ്രാഫ് ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ ഫോർ മീ സോഷ്യൽ വർക്കിൽ 140-150 എന്താണ് പാരഗ്രാഫ് ബേസ്ഡ് ആണ്. ബാക്കിയുള്ള പേപ്പറിന് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. സോ ദിസ് പാരഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, മാക്സിമം ഫസ്റ്റ് റൗണ്ടിൽ സോൾവ് ചെയ്യാൻ നോക്കുക. കാരണം അത് അപ്പോഴാണ് നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിട്ടുണ്ടാവുക. സോ ഈ പാരഗ്രാഫ് ബേസ്ഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഈസ് ദർ, ജസ്റ്റ് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡും ആൻസറും നോക്കിയിട്ട് ഇത് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യേണ്ടതേ ഉള്ളൂ. സോ അത് ഫസ്റ്റ് തന്നെ ചെയ്യാൻ നോക്കുക. അതായത് 45 തൊട്ട് 50 വരെയുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 140-150 അത് പാരഗ്രാഫ് ബേസ്ഡ് ആണെങ്കിൽ അതും ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഇനി ഈ പറയുന്ന പാരഗ്രാഫ് ബേസ്ഡ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഒരു എന്താ പറയാ, എല്ലാവരും ചെയ്യുന്നതായിരിക്കും. ചെയ്യാത്തവരാണെങ്കിൽ പാരഗ്രാഫ് ആദ്യം വായിക്കരുത്, ആദ്യം ഓപ്ഷൻസ് വായിക്കുക. ഓപ്ഷൻസ് വായിച്ചിട്ട് പാരഗ്രാഫ് വായിക്കുക. സോ അതാണ് കുറച്ചും കൂടി എഫക്റ്റീവ്. ആ സമയത്ത് നിങ്ങൾക്ക് അറിയാം ഈ പാരഗ്രാഫിന്റെ ഏത് ഭാഗത്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി ഓപ്ഷൻസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. സോ അതിൽ ഈ പറയുന്ന 140-150, അതായത് ഈ പറയുന്ന 15 ക്വസ്റ്റ്യൻസ്, ഇത് ഭയങ്കര ഗെയിം ചേഞ്ചേഴ്സ് ആണ്. നിങ്ങൾ ഈ പറയുന്ന ഈ 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നെറ്റിൽ നിന്ന് നേരെ JRF-ലേക്ക് പോകാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഐ മീൻ 30 മാർക്കാണ് പോകുന്നത്, 30 മാർക്കാണ് കൂടുതൽ കിട്ടുന്നത്. സോ അത് എന്തായാലും ശരിയാക്കാൻ നോക്കുക. കാരണം ആൻസർ ഇസ് ദയർ. ജസ്റ്റ് നമ്മൾക്ക് ഒന്ന് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡിലൂടെ, പിന്നെ പ്രത്യേകിച്ച് UGC നെറ്റിന്റെ സ്ക്രീൻ എന്ന് പറയുന്നത് ഇങ്ങനെ സൈഡിലോട്ടും മേലോട്ടും വലിച്ചും താത്തിയും ചെയ്യേണ്ടതാണ്. അങ്ങനെ എന്ന സമയത്ത് മൈൻഡ് ഡിസ്റ്റർബ് ആവാതിരിക്കുക, അതിനോട് പ്രിപ്പയർഡ് ആയി പോവുക. ബേസിക്കലി ആ താത്തിയിട്ടും വലിച്ചിട്ടും ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ വായിച്ചിട്ട് ആൻസർ കണ്ടെത്താൻ നോക്കുക. ഒരിക്കലും മിസ് ചെയ്യരുത് ആ പാരഗ്രാഫ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ്. കോംപ്രിഹെൻഷൻ ഒക്കെ കുറച്ച് ബാക്കിലോട്ട് ഇരിക്കുന്നവർക്ക് അത് എന്താ പറയുക ഡിഫിക്കൽട്ട് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൽ വർക്ക്ഔട്ട് ചെയ്ത് അത് വരുത്തുക. 30 മാർക്ക് ഈസി ആയിട്ട് കിട്ടാം നമ്മൾക്ക്. സോ ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെയൊക്കെയാണ് ഒരു മിനിമം ലെവൽ സ്മാർട്ട് വർക്കാണ് കുറെയൊക്കെ ഈ എക്സാം ക്രാക്ക് ചെയ്യുന്നത് ഹാർഡ് വർക്കിനെക്കാളും. സോ ഇതൊക്കെയായിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്ന സ്മാർട്ട് വർക്ക് അല്ലെങ്കിൽ ടെക്നിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള
ടെക്നിക്സ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്തെങ്കിലും ചോദിക്കാം. എന്റെ ഭാഗത്ത് നിന്ന് ഇത്രയേ ഉള്ളൂ. ഒരു ന്യൂ കമ്മർക്ക് കുറച്ച് മുന്നേ ഒരു എക്സാം എഴുതിയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളിന് എന്താണ് ആ ഒരു വേല് കണ്ടാൽ മതി. ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സീനിയർ എങ്ങനെയാണ് എന്താണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സീനിയർ എങ്ങനെയാണ് എക്സാമിന് മാർക്ക് കിട്ടണ്ടേന്നുള്ള പൊടിക്കൈകൾ പറഞ്ഞു തരില്ല. അതായത് ഇന്ന സാറിന്റെ അടുത്ത് ഇങ്ങനെ അപ്രോച്ച് ചെയ്താൽ എന്നുള്ള ആ ഒരു വേവിൽ കണ്ടാൽ മതി. ഓക്കെ നാദിര, താങ്ക് യു ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. ഓക്കെ, താങ്ക് യു. ഈ ക്ലാസ് ഇങ്ങനെ കഴിഞ്ഞാലും എക്സാമിന് മുന്നേ ഏത് ടൈമിലും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കണക്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് ലൈക്ക് എൻ്റെ അക്കോർഡിംഗ് ടു മൈ ടൈം മാക്സിമം റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ലൈക്ക് എക്സാം. PYQs മാക്സിമം ചെയ്യാൻ നോക്കുക. ഓക്കെ, ആൻഡ് റിവൈസ്. ഓക്കെ, ബൈ. താങ്ക് യു എവ്രിവൺ.